വിദ്വേഷവും നമ്മുടെ വൈരാഗ്യങ്ങളും പ്രതികാരങ്ങളും മനസ്സിൽ നിന്ന് മാറി. അല്ലാഹുവേ അല്ലാഹുവേ, ഞങ്ങൾ ജീവിക്കുന്നത് നിന്റെ സ്വർഗ്ഗത്തിന് വേണ്ടിയാ. അതുകൊണ്ട് വാദ്ഖിൽനാ ബിറഹ്മതിക യാ റബ്ബനാ ദാറസ്സലാം. അല്ലാഹുവേ, നിന്റെ നിത്യസമാധാനത്തിന്റെ ഭവനമായ ദാറുസ്സലാം എന്ന സ്വർഗ്ഗത്തിൽ ഞങ്ങൾക്ക് നീ പ്രവേശനം നൽകണേ അല്ലാ എന്ന് നിങ്ങൾ ദുആ ചെയ്യണമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹു നമ്മുടെ ഹൃദയത്തിൽ സാഹോദര്യം അല്ലാഹു നിലനിർത്തി തരുമാറാകട്ടെ. സ്വർഗത്തിൽ പോണോ ആദ്യ ഹൃദയം നന്നാവണം. ഒരാളോടും പകയുണ്ടെങ്കിൽ സ്വർഗത്തിൽ പോവില്ല. ഒരാളോട് വിദ്വേഷം, അകാരണമായ വിദ്വേഷം ഉണ്ടെങ്കിൽ സ്വർഗത്തിൽ പോവില്ല. അപ്പൊ നമുക്ക് സ്വർഗത്തിൽ പോണോ അതോ വല്ലവരോടുള്ള വിദ്വേഷം മനസ്സിൽ വെച്ചോണ്ടിരിക്കും? ഏതാ നല്ലത്? നമ്മളെ സംബന്ധിച്ചോളം നല്ലതേതാ? നമ്മുടെ സ്വർഗത്തിൽ പോകാൻ കഴിയുന്ന വഴി വെട്ടിത്തെളിക്കുക എന്നുള്ള. വേറൊരാളോട് നമുക്ക് വിദ്വേഷം ഉണ്ടായിട്ട് കാര്യം എന്താ ഉള്ളത്? ഒരു കാര്യമില്ല. അതുകൊണ്ട് അള്ളാഹു നമ്മുടെ ഹൃദയത്തെ നന്നാക്കി തരട്ടെ. ഒന്ന് ആമീൻ പറയും ഉറക്കെ. ഞാൻ ഇന്ന് ഇപ്രാവശ്യം വാതിന് വന്നത് ഒരു ലക്ഷ്യത്തോടു കൂടിയാണ്. ഇനി എന്ന കാര്യം ഞാൻ തീരുമാനിച്ചിട്ടില്ല. അതുകൊണ്ട് ആ ലക്ഷ്യം പൂർത്തീകരിച്ച് എനിക്ക് പോകണം. നിങ്ങൾ ഹൃദയം തുറന്ന് ആമീൻ പറയണം. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. എന്നാൽ ഇപ്പൊ ഞാൻ ഈ പറയുന്ന പോലെ അത്ര വലിയ പ്രശ്നങ്ങൾ വല്ലതുകൊണ്ട് ഒന്നുമില്ല. എല്ലാവരെയും മനസ്സിലൊരു ചെറിയൊരു കാർമേഘം, അതങ്ങോട്ട് മാറി അൽഹംദുലില്ലാ നല്ല മഴ പെയ്യും. അത്ര വലിയൊരു പ്രശ്നമുണ്ടോ? ഒന്നുമില്ല. അത്ര വലിയ പ്രശ്നമൊന്നുമില്ല. എന്നാലോ കൊച്ചു 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 പരിഭവങ്ങളും പരാതികളും പരിമിതികളും പരിതാപങ്ങളും ഒക്കെയുണ്ട്. അതിനെയൊക്കെ കടന്ന് അള്ളാഹുവിന്റെ സ്വർഗത്തിലെത്താൻ ആദ്യം വേണ്ടത് നമ്മുടെ ഹൃദയത്തെ സംസ്കരിക്കണം. നമ്മുടെ ജീവിതത്തിന് വിശുദ്ധി ഉണ്ടാവണം. മടങ്ങുക ജീവിത വിശുദ്ധിയിലേക്ക് എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് ഞാൻ എൻ്റെ വിഷയത്തിലോട്ട് കടക്കുകയാണ്. അള്ളാഹു നാം ഏവരെയും സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹു നാം ഏവരെയും സ്വീകരിക്കുമാറാകട്ടെ. അതുകൊണ്ട് വളരെ ചെറിയ ഒരു പ്രസംഗം. ആ പ്രസംഗത്തിൽ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ പറഞ്ഞ് ഇൻഷാ അല്ലാഹ് സന്തോഷത്തോടു കൂടി നമുക്ക് പിരിയാം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാവരെയും അവന്റെ ഇഷ്ടപ്പെട്ട ദാസന്മാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകും. മനുഷ്യരെല്ലാം ആദമിന്റെ മക്കളാണ്. ആദമിന്റെ സന്തതികളെ കുറിച്ച് അള്ളാഹു പറഞ്ഞത് ഖുലിഖൽ ഇൻസാനു ലഈഫ, മനുഷ്യനെ ഞാൻ ബലഹീനനായിട്ടാണ് സൃഷ്ടിച്ചത് എന്നാണ്. എല്ലാ ബലഹീനതകളുടെയും ഉടമസ്ഥനാണ് മനുഷ്യൻ. അവനില്ലാത്ത ബലഹീനതകളില്ല. ഓരോ ആളുകൾക്ക് ഓരോ ബലഹീനതകൾ ഉണ്ടാവും. അത് വ്യത്യസ്തമായ ബലഹീനതകളാണ് എന്ന് മാത്രം. ചിലർക്ക് പെണ്ണൊരു ബലഹീനതയാണ്, ചിലർക്ക് കള്ളൊരു ബലഹീനതയാണ്, ചിലർക്ക് മക്കളൊരു ബലഹീനതയാണ്, ചിലർക്ക് ഭാര്യ ഒരു ബലഹീനതയാണ്, ചിലർക്ക് അധികാരം എന്നും അവരുടെ ബലഹീനതയാണ്, ചിലർക്ക് പണം അതവരുടെ ബലഹീനതയാണ്. അള്ളാഹു പറയുന്നു, ഇങ്ങനെ 1000 ബലഹീനതകളുടെ അടിമയായിട്ടാണ് ഖുലിഖൽ ഇൻസാനു ലഈഫ, മനുഷ്യനെ ഞാൻ സൃഷ്ടിച്ചത് സ്വതവേ ബലഹീനനായിട്ടാണ് എന്ന് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ. ആ ബലഹീനതകൾ നമുക്ക് ഉള്ളത് കൊണ്ട് തന്നെ സ്വാഭാവികമായി നമ്മളെല്ലാവരും, മനുഷ്യനെല്ലാം തെറ്റ് ചെയ്യുന്നത് ആ ബലഹീനതകൾ അവനുള്ളത് കൊണ്ടാണ്. മലക്കുകൾക്ക് ബലഹീനതയില്ല, അതുകൊണ്ട് തന്നെ അവര് തെറ്റ് ചെയ്യില്ല. മനുഷ്യന് ബലഹീനതകളുണ്ട്, അതുകൊണ്ട് അവൻ തെറ്റ് ചെയ്യും. അതുകൊണ്ടാണ് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ഉറക്കെ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, കുല്ലു ബനി ആദമ ഖത്താഊൻ, ആദമിന്റെ മക്കളെല്ലാം പാപം ചെയ്യുന്നവരാണ്. പാപം ചെയ്യാത്തവരാരുമില്ല. ചിലർ രഹസ്യമായി, ചിലർ പരസ്യമായി. നിങ്ങളിൽ പാപം ചെയ്യാത്തവർ ആദ്യം അവളെ കല്ലെറിയട്ടെ എന്ന് പറഞ്ഞാൽ കല്ലെറിയാൻ ആരുടെയും കൈകൾ പൊങ്ങില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അവസ്ഥ. സ്ത്രീകൾ വളരെ കൂടുതലുണ്ട്, അതുകൊണ്ട് അവർ അടുത്തടുത്തിരുന്ന് സഹകരിക്കണം. ധാരാളം സ്ത്രീകളുണ്ട്, ഇരിക്കാനുള്ള സ്ഥലമില്ല. കാരണം അവർക്ക് കുശുമ്പ് കുറവായതുകൊണ്ട് ധാരാളം ആളുകൾ വന്നിട്ടുണ്ട്. ഈ പരിപാടിയിലൊന്നും അവര് ഭാഗവക്കല്ലാതെ പാവങ്ങളാണ് പെണ്ണുങ്ങൾ. അവർക്ക് വാത് കേട്ടാൽ മതി. ഇപ്പൊ ഏത് വാക്കവി ആയാലും വേണ്ടൂല, കാസിബി ആയാലും വേണ്ടൂല, നെയ്മി ആയാലും വേണ്ടൂല. അവർക്ക് അങ്ങനെ ഒന്നുമില്ല. അവർക്ക് നല്ല വാത് ആര് പറഞ്ഞത് അവരങ്ങോട്ട് കേൾക്കും. അങ്ങനെ സാധുക്കളാണ് ഈ പെണ്ണുങ്ങൾ. അതുകൊണ്ട് അവര് ധാരാളം വന്നിട്ടുണ്ട്. എല്ലാവരും ഒന്ന് അടുത്തിരിക്കുക എന്ന് പറഞ്ഞാൽ 2 പേരിരിക്കുന്ന സ്ഥലത്ത് 3 പേര് ഇരുത്തുക. ചിരിക്കണ്ട, അങ്ങനെ ഇരിക്കാൻ പറ്റൂന്നാണ് ഖുർആൻ പറഞ്ഞത്. 2 പേരിരിക്കുന്ന സ്ഥലം 3 പേർക്ക് തികയുമെന്ന് ഖുർആൻ. യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ ഖീല ലക്കും തഫസ്സഹു ഫിൽ മജാലിസി ഫഫ്സഹു യഫ്സഹില്ലാഹു ലക്കും.
ഓ സത്യവിശ്വാസികളെ, ഒരു സദസ്സിൽ നിങ്ങൾ ഇരിക്കുമ്പോൾ ഫഫ്സഹു, വിശാലത കാണിക്കീനെന്ന് നിങ്ങളോട് പറഞ്ഞു കൊടുത്താൽ ഫഫ്സഹു, നിങ്ങൾ വിശാലത കാണിക്കീൻ. നിങ്ങൾ വിശാലത കാണിച്ചു മൂന്നാമതൊരിക്കൽ ഒരാൾക്ക് ഇരിക്കാൻ സ്ഥലം കൊടുത്താൽ യഫ്സഹില്ലാഹു ലക്കും, അള്ളാഹു നിങ്ങൾക്ക് വിശാലത ചെയ്തു തരും. അതുകൊണ്ട് സഹോദരിമാരെല്ലാവരും അവിടെ ഒന്ന് വിശാലത ചെയ്തു കൊടുക്കാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. സ്ത്രീകൾ വളരെ കൂടുതലുണ്ട്, എല്ലാവരും അടുത്തെടുത്തിരിക്കുക. ഞാൻ അതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തിലേക്ക് കടക്കുകയാണ്. നിങ്ങളിൽ പാപം ചെയ്യാത്തവർ ആദ്യം അവളെ കല്ലെറിയട്ടെ എന്ന് പറഞ്ഞാൽ കല്ലെറിയാൻ കഴിയുന്ന ആരാ ഉള്ളത്? പകൽ മാന്യന്മാരാണ് കൂടുതൽ. പകൽ വെളിച്ചത്തിൽ അവർ മാന്യന്മാരാണ്, ഇരുട്ടിൽ അവർ തെറ്റിന് അധകാരത്തിന് അടയാളങ്ങളാണ്. അതുകൊണ്ട് തന്നെ പാപം ചെയ്യുക എന്നത് എല്ലാവരുടെയും മനുഷ്യന്റെ ഒരു ബലഹീനതയാണെന്നിരിക്കെ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാ, വഖൈറുൽ ഖതാഈന തവ്വാബൂൻ. ഏതൊക്കെ പാപങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്തുവോ ആ പാപങ്ങൾ ചെയ്യൽ സ്വാഭാവികമാണെന്നിരിക്കെ ആ പാപങ്ങളിൽ നിന്ന് പശ്ചാത്തപിക്കുന്നവനാരോ അവനാണ് പാപം ചെയ്തവരിൽ ഏറ്റവും ഉത്തമനെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. പാപം ചെയ്യൽ സ്വാഭാവികമാണ് സഹോദരങ്ങളെ, പാപമില്ലാത്തവരാരുമില്ല, വിരളമാ. പക്ഷേ പാപം ചെയ്താൽ വീണ്ടും വീണ്ടും തുടർച്ചയായി പാപങ്ങൾ തന്നെ ചെയ്തുകൊണ്ടിരിക്കലല്ല. ഞാനൊരു പാപം ചെയ്തല്ലോ അല്ലാ എന്നാലോചിച്ചിട്ട് ആ പാപത്തിൽ നിന്ന് ആര് വെളിയിലേക്ക് വന്നുവോ, ആരതിൽ നിന്ന് പശ്ചാത്തപിച്ച് പടച്ചുറപ്പിലേക്ക് മടങ്ങിയോ, വഖൈറുൽ ഖതാഈന തവ്വാബൂൻ. പാപം ചെയ്യുന്നവരിൽ ഏറ്റവും ഉത്തമൻ പാപം ചെയ്തിട്ട് പശ്ചാത്തപിക്കുന്നവനാ. നമ്മുടെ ജീവിതത്തിൽ നാം ചെയ്യുന്ന പാപങ്ങൾ എത്രയോ വലിയ പാപങ്ങളാണ്. നമ്മുടെ ജീവിതം മുഴുവനെ കണ്ണുകൊണ്ട് കാണുന്നത് പാപമാ, കാലുകൊണ്ട് നടക്കുന്നത് പാപങ്ങളിലേക്കാ, ഹൃദയം കൊണ്ട് ചിന്തിക്കുന്നത് പാപങ്ങളെ കുറിച്ചാ. ഇങ്ങനെ ദൈനംദിന ജീവിതത്തിൽ ധാരാളം പാപങ്ങൾ നമ്മൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കെ നമ്മുടെ പാപങ്ങളെ കുറിച്ച് നമ്മൾ ബോധവാന്മാരാകണ്ടേ. ആദ്യം നമ്മൾ ചെയ്യേണ്ടത്, ഞാൻ ഈ വിഷയത്തെ രണ്ടായി തിരിക്കുകയാണ്. ജീവിതത്തിൽ വിശുദ്ധി ഉണ്ടാകണമെങ്കിൽ ആദ്യം നാം ചെയ്യുന്ന പാപങ്ങളെ കുറിച്ച് നമുക്കൊരു ബോധമുണ്ടാവണം. ഞാൻ ഈ ചെയ്യുന്നത് പാപമാണ്, ഞാൻ ചെയ്യണ പാപമല്ല എന്നൊരാൾ ചിന്തിച്ചാൽ പിന്നെ പശ്ചാത്തപിക്കൂ. ഞാൻ ചെയ്യുന്നത് പാപമല്ല, ഞാൻ ഈ ചെയ്യുന്നത് നന്മയാണ് എന്നൊരാൾ വിചാരിച്ചാൽ പിന്നെ അവന് മാനസാന്തരം ഉണ്ടാവോ? ഉണ്ടാവൂല. അപ്പൊ ആദ്യം ഈ വിഷയത്തിന്റെ ആദ്യത്തെ പാട്ടെന്താ? പടച്ചോനെ, ഞാൻ ചെയ്യുന്നത് പാപമാണ് എന്ന ഒരു ബോധ്യം അവനവന് തന്നെ ഉണ്ടാവും. ഞാൻ ഈ ചെയ്യണത് ശരിയല്ല, ഞാൻ ഈ ചെയ്യുന്നത് അള്ളാഹുവിന് ഇഷ്ടമല്ല. അള്ളാഹുവിന് ഇഷ്ടമല്ലാത്തതൊന്നും നമ്മൾ ചെയ്യാൻ പാടില്ല. അള്ളാഹു നമ്മുടെ പാപങ്ങളെ കുറിച്ചുള്ള ബോധം നമുക്ക് തരട്ടെ. ആമീൻ പറയൂലല്ലോ നിങ്ങൾ. അള്ളാഹു നമ്മളെ പാപങ്ങളെ കുറിച്ചുള്ള ബോധം നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ഇവിടെ ഒരു വലിയ പ്രശ്നം, നമ്മുടെയൊക്കെ ചിന്ത എന്താണെന്നറിയോ? പാപം എന്ന് പറഞ്ഞാൽ വ്യഭിചരിക്കുക, കള്ളു കുടിക്കുക, പലിശ മേടിക്കുക, കൊല നടത്തുക, സിഹർ ചെയ്യുക, ഇതൊക്കെയാണ് പാപം, ബാക്കിയുള്ളതൊക്കെ നന്മയാണ് എന്ന് തെറ്റിദ്ധരിക്കുന്ന ലോകത്തിലെ മരമണ്ടന്മാരാണ് നമ്മൾ. ഇവിടെ ഞാനൊരു വിഷയത്തെ വേറെ രീതിയിൽ നിങ്ങളോട് നിങ്ങളുടെ മനസ്സറിഞ്ഞ്, നിങ്ങളുടെ പ്രശ്നത്തിന്റെ മനസ്സറിഞ്ഞ് ഞാൻ ഈ വിഷയത്തിലോട്ട് കടക്കാൻ. ഞാൻ ഈ ഒരു കാര്യം പറയുമ്പോൾ നിങ്ങൾ വേറെ ആരുമായിട്ട് എന്നെ കൂട്ടിയോജിപ്പിക്കാൻ പാടില്ല. അതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം. നമ്മൾ ആദ്യം ചിന്തിക്കുന്ന പാപം എന്ന് പറഞ്ഞാൽ എന്താ? വ്യഭിചരിക്കല് പാപോ? ഞാൻ വ്യഭിചരിക്കാറില്ല. കള്ളു കുടിക്കല് പാപമാ? ഞാൻ കള്ളു കുടിക്കാറില്ല. പലിശ മേടിക്കുന്നത് പാപമാ? ഞാൻ പലിശ മേടിക്കാറില്ല. കൊല നടത്തുന്നത് കൊലപാതകം പാപമാ? ഞാൻ ഒരാളെയും കൊന്നിട്ടില്ല. അപ്പൊ ഞാനാരാ? നല്ലവൻ. എന്റെ സഹോദരങ്ങളെ, പാപമാണ് എന്ന് ഖുർആൻ പറഞ്ഞ ചില പാപങ്ങളുണ്ട്. ആ പാപങ്ങളൊന്നും നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറിയിട്ടുണ്ടോ? നമ്മളൊരു ഉസ്താദെ, നിങ്ങൾ തൗബയുടെ കാര്യമൊന്നും പറയണ്ട, ഞാൻ പാപം ചെയ്തിട്ടില്ല. എന്നാൽ ഞാൻ നിങ്ങളോടൊരു കഥ പറഞ്ഞു തരാം. ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ വ്യഭിചാരം മാത്രമല്ല ഞാൻ പറയുന്നത്, പിന്നീട് പറയാം ഇൻഷാ അല്ലാഹ്. ഖുർആൻ പറഞ്ഞ ഈ ഒരു സ്വഭാവം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ പാടില്ല എന്ന് ഖുർആൻ പറഞ്ഞൊരു സ്വഭാവമുണ്ട്. ആ സ്വഭാവത്തിന്റെ പേരിലാണ് ഒരു സഹാബി പൊട്ടിക്കരഞ്ഞത്. ആ സ്വഭാവം നിങ്ങളോട് ഞാൻ പകർന്നു തരികയാണ്. ആ സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റിവെക്കണം. മാറ്റി വെക്കൂ. ആ സ്വഭാവം ഞാൻ പറഞ്ഞുതരാം, നിങ്ങൾ മാറ്റുവോ? ഞാൻ വാള് പറഞ്ഞിട്ട് പോയാൽ പറയണ കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കാൻ ബന്ധമാണ്. ആ സ്വഭാവം നിങ്ങൾ മാറ്റുവോ? എന്നാ പകുതി വിഷയങ്ങൾ തീരും. ഞാനത് പറയാം.
ഇൻഷാ അല്ലാഹ് മാറ്റൂന്ന് ഉറപ്പുള്ളവരൊക്കെ ഒന്ന് കൈവെക്ക്. വേറെ ഒന്നുമില്ല, കാശൊന്നും തരണ്ട. മാറ്റൂന്ന് ഉറപ്പുള്ളവരൊക്കെ ഒന്ന് കൈവെക്ക്. മൊയ്തുവിന്റെ കൈവെക്ക്. പൊക്ക്, രണ്ട് കൈയും വെക്ക്. ഇത്ര മസ്താന കൈവെക്കാത്ത പൊക്ക. അല്ല, ആദ്യം ഞാനാ പൊക്കിയത്, എന്നിട്ടല്ലേ നിങ്ങൾ പൊക്കണം. ഒന്നും വിഷമിക്കണം. ആദ്യം പൊക്കിയതാരാ? ഞാനാണ്. അനിതാത്ത ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്തെ പള്ളിയിൽ അല്ലാഹുവിന്റെ പ്രവാചകൻ ഖുർആൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കവേ അല്ലാഹുവിന്റെ പ്രവാചകന്റെ ചാരത്തേക്ക് ഒരു സഹാബി ഓടി വന്നിട്ട് പറഞ്ഞു, നബിയേ ഹലക്തു യാ റസൂലല്ലാഹ്, ഹലക്തു യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ തിരുഹൃദയ ഞാൻ നശിച്ചു പോയി നബിയേ. ഖുർആൻ പഠിപ്പിച്ചുകൊണ്ട് മദീനത്തെ പള്ളിയുടെ ചാരത്തിരിക്കുന്ന പ്രവാചകന്റെ മുമ്പിലേക്ക് ഓടി വന്നിട്ട് ഒരു സഹാബി പേടിയോടെ പറയാ, യാ റസൂലല്ലാഹ്, ഓ യാ ഹബീബല്ലാഹ്, നബിയേ ഞാൻ നശിച്ചു പോയി, നബിയേ ഞാൻ നശിച്ചു പോയി. ആരാ? മഹാനായ സാബിത്ത് ബിൻ ഖൈസ് റളിയല്ലാഹു തആല അൻഹു. സാബിത്ത് ബിൻ ഖൈസ് പ്രവാചക ചാരത്ത് വന്ന് കണ്ണിലൂടെ കണ്ണുനീര് തടം തള്ളിയാ തുടങ്ങി. ഹലക്തു യാ റസൂലല്ലാഹ്, ഞാൻ നശിച്ചു പോയി നബിയേ. എന്താ സാബിത്തെ പറയുന്നത്? നീ നശിച്ചു പോകുവാനോ? അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട അനുയായിയല്ല നീ? അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഖുർആൻ മോശമാണെന്ന് അല്ലാഹു ഖുർആനിലൂടെ പറഞ്ഞ ഒരു സ്വഭാവം എനിക്കുണ്ട് നബിയേ. ആ സ്വഭാവം മോശമാണെന്ന് ഖുർആൻ ശപിച്ച സ്വഭാവമാണ്. ആ സ്വഭാവം എനിക്കുണ്ട് നബിയേ. ഇന്നലെ അങ്ങേക്ക് ആയത്തിറങ്ങിയപ്പോ ആ ആയത്തിലൊരു ശപിക്കപ്പെട്ട സ്വഭാവത്തെ ഖുർആൻ പറഞ്ഞുവല്ലോ. ആ സ്വഭാവം എനിക്കുണ്ട് യാ റസൂലല്ലാഹ്. അതുകൊണ്ട് ഞാൻ നശിച്ചു നബിയേ. ബഹുമാനപ്പെട്ട സാബിത്ത് ബിൻ ഖൈസ് റളിയല്ലാഹു അൻഹു, അല്ലാഹു ഖുർആനിലൂടെ മോശമാണ് എന്ന് പറഞ്ഞ സ്വഭാവം ഏതാ? സാബിത്ത് ബിൻ ഖൈസ് വ്യഭിചരിച്ചിട്ടല്ല, സാബിത്ത് ബിൻ ഖൈസ് മദ്യപിച്ചിട്ടില്ല, സാബിത്ത് ബിൻ ഖൈസ് പലിശ വാങ്ങിച്ചിട്ടല്ല. ഏതാണ് സാബിത്ത്? ഈ ഹദ്ദാദ് നഗരന്റെ ശബ്ദം കേൾക്കാൻ എത്തിയവരോട് മനസ്സിന് തൊട്ടിട്ടാണ് ഞാൻ പറയുന്നത്. മഹാനായ സാബിത്ത് ബിൻ ഖൈസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലാഹുവിന്റെ ഖുർആൻ ഇന്നലെ അങ്ങ് ഓതി പറഞ്ഞപ്പോ ഒരു സ്വഭാവത്തെ പറഞ്ഞില്ലയോ? ലാ തഖ്സബന്നല്ലദീന യഫ്റഹൂന ബിമാ ആതൗ വയുഹിബ്ബൂന അൻ യുഹ്മദൂ ബിമാ ലം യഫഅലൂ. ഒരു വിഭാഗം ആളുകളുണ്ട്, അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വഭാവം ഏതാ? വയുഹിബ്ബൂന അൻ യുഹ്മദൂ ബിമാ ലം യഫഅലൂ. ഇത് ഖുർആൻ പറഞ്ഞ സ്വഭാവമാണ്, ബാക്കിയുടെ വകയല്ല. തങ്ങൾ ചെയ്യാത്ത കാര്യങ്ങൾ മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിച്ച് എല്ലാവരുടെയും മുമ്പിൽ തങ്ങളുടെ പേരുകൾ ഉയർത്തപ്പെട്ട് സ്തുതിക്കപ്പെടണമെന്ന് ചില ആളുകൾക്ക് ഹൃദയത്തിൽ സ്വഭാവമുണ്ട്. ആ സ്വഭാവം മോശമാണ് യാ റസൂലല്ലാഹ്. ലാ തഫറഹൂന ബിമാ തൗ വയുഹിബ്ബൂന അൻ യുഹ്മദൂ ബിമാ ലം യഫഅലൂ. അവരുടെ സ്വഭാവം വയുഹിബ്ബൂന, അവർക്ക് പെരുത്തിട്ടമാണ്. അയ്യുഹ്മദൂ, അവരെ കുറിച്ച് ലോകത്ത് മുഴുവന് പരിചയപ്പെടുത്തുക, അവരെ കുറിച്ച് ആളുകൾ പറഞ്ഞുകൊണ്ട് നടക്കുക. എന്തിനാണ് ഇവര് ചെയ്ത കാര്യമല്ല. ബിമാ ലം യഫഅലൂ, അവര് ചെയ്യാത്ത കാര്യങ്ങൾ പോലും പർവ്വതീകരിച്ച് മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിച്ച് മറ്റൊരാളുടെ മുമ്പിൽ, ജനങ്ങളുടെ മുമ്പിൽ എപ്പോഴും വലുതാവാനുള്ള ആഗ്രഹം മനസ്സിലുണ്ടാവുക. ഇത് ഖുർആൻ നിരോധിച്ച സ്വഭാവമാണ്. ഇത് ഖുർആൻ നിഷേധിച്ച സ്വഭാവമാണ്. ഇത് ഖുർആൻ ശപിച്ചാണ്. ഇത് അല്ലാഹ് കിട്ടപ്പെടാത്ത സ്വഭാവമാണ്. ഇത് അമലുകൾ നശിപ്പിക്കുന്ന അദ്ദേഹത്തിന്റെ സ്വഭാവമാണ്. ഇത് നരകത്തിന്റെ പ്രവേശനത്തിന്റെ കാരണമായ സ്വഭാവമാണ്. അങ്ങനെ ആർക്കെങ്കിലും ഒരു മനസ്സിൽ തോന്നിയാൽ ഞാൻ ചെയ്യാത്ത കാര്യങ്ങൾ പറഞ്ഞ് മറ്റുള്ളവരുടെ മുമ്പിൽ ഞാൻ എപ്പോഴും ലൈവായി പർവ്വതീകരിപ്പിച്ചപ്പെടുക നിൽക്കണമെന്ന് ആരെങ്കിലും ആഗ്രഹിച്ചാൽ അത് അല്ലാഹുവിന് ഇഷ്ടമല്ലെന്ന് ആയത്തിറങ്ങിയല്ലോ നബിയേ. സാബിത്ത് ബിൻ ഖൈസ് റളിയല്ലാഹു തആല അൻഹു പറയാ, നബിയേ മറ്റുള്ളവരെന്നെ കുറിച്ച് സ്തുതിക്കുന്നത് എനിക്കിഷ്ടമാണ് നബിയേ. ഹലക്തു യാ റസൂലല്ലാഹ്, ഞാൻ
നശിച്ചുപോയി നബിയേ. ഇതോടെ എന്റെ അമലുകൾ നശിച്ചില്ലേ? മറ്റുള്ളവരുടെ മുമ്പിൽ വലിയവനാകാനാണ് ഞാൻ ഇതൊക്കെ ചെയ്തതെങ്കിൽ പിന്നെ ഞാൻ നശിച്ചു പോയില്ലേ? ഈ ആയത്തിറങ്ങിയപ്പോ മഹാനായ സാബിത്ത് ബിൻ ഖൈസ് റളിയല്ലാഹു തആല പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഹബീബായ നബിയുടെ ചാരത്ത് വന്നെങ്കിൽ ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഓർമ്മിപ്പിക്കുകയാ, ഇതേവരെ ഈ സ്വഭാവം മോശമാണെന്ന് നമ്മൾ ഗണിച്ചിട്ടുണ്ടോ? ഈ സ്വഭാവം ഖുർആൻ പാടില്ല എന്ന് പറഞ്ഞതാണ് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇങ്ങനെ എത്രയെത്ര ശുദ്ധിയില്ലാത്ത ഹൃദയമാണ് നമ്മുടെ ഹൃദയമെന്ന് ആലോചിക്കുമ്പോ മഹാനായ സാബിത്ത് ബിൻ ഖൈസ് റളിയല്ലാഹു അൻഹു പറയാ, മനുഷ്യരുടെ ഇടയിൽ ഏറ്റവും പരിഹാസ്യമാകുന്ന സ്വഭാവം ഈ സ്വഭാവമാ. പരിഹാസ്യമാകുന്ന സ്വഭാവം ഈ സ്വഭാവമാ. ഈ സ്വഭാവത്തിൽ നമ്മളൊരാൾ വലുതാവാറില്ല. പലപ്പോഴും ഈ വിനീതനായ ഞാനൊക്കെ വകുതിന് പോകുമ്പോ പല ആളുകളും എല്ലാം ചുറ്റിപ്പറ്റി കൂടിയിട്ട് അവസാനം പറയും, ഉസ്താദേ ഞാൻ ഇന്ന ആളാ, എന്റെ പേരൊന്ന് സദസ്സിന് പറഞ്ഞേക്കണേ, അല്ലെങ്കിൽ എന്നെ കുറിച്ചൊന്ന് 4 വർത്തമാനം പറഞ്ഞേക്കണേ. അതോടുകൂടി അവനെ കുറിച്ച് എനിക്കുണ്ടായിരുന്ന എന്റെ മനസ്സിലുള്ള വലിപ്പം കുറയാകല്ലേ? ഇവൻ മറ്റുള്ളവരുടെ മുമ്പിൽ സ്തുതിയാവാൻ ആഗ്രഹിക്കുന്ന ആളാ. പൊന്നുമോനെ, നമ്മുടെ പ്രവർത്തനങ്ങൾ കണ്ടിട്ട് മറ്റൊരാളാണ് പറയേണ്ടത്, അതവരെ ഇഷ്ടപ്പെട്ടിട്ടല്ല. എത്രയോ ആളുകൾ അങ്ങനെയൊക്കെ ലോകത്ത് ജീവിച്ചിരുന്നിട്ടുണ്ട്, അങ്ങനെയൊക്കെ ജീവിച്ചിരുന്നിട്ടുണ്ട്. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഒരു സ്വഭാവം എടുത്തു പറഞ്ഞിട്ട് തന്നോട് ഞാൻ നശിച്ചു പോയി നബിയേ എന്ന് പറഞ്ഞ സാബിത്ത് ബിൻ ഖൈസ് റളിയല്ലാഹു അൻഹുവിനോട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, സാബിത്തേ, വെറുതെ കരയേണ്ട സാബിത്തേ, അമാ തറലാ, നിന്റെ ഹൃദയത്തിന് ഇഷ്ടപ്പെടുന്നൊരു വർത്തമാനം ഞാൻ പറഞ്ഞു തരട്ടെയോ? എന്താണ് നബിയേ? സാബിത്തേ, അന്ത തഈശു ഹമീദാ വതമൂതു വഹീദാ വതദ്ഖുലുൽ ജന്നാ. സാബിത്തേ, ജീവിക്കുന്നിടത്തോളം കാലം എല്ലാവരും നിന്നെ സ്തുതിക്കും സാബിത്തേ. വതമൂതു ഷഹീദാ, നീ മരിക്കുമ്പോ രക്തസാക്ഷിയായി മരിക്കും സാബിത്തേ. വതദ്ഖുലുൽ ജന്നാ, അങ്ങനെ നീ അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിലെത്തും സാബിത്തേ. ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഇത് ഓർമ്മിപ്പിക്കുന്നത് എന്തെന്നറിയോ? വ്യഭിചരിക്കുന്നത് മാത്രമല്ല പാപമുള്ളത്, കള്ളു കുടിക്കുന്നത് മാത്രമല്ല പാപമുള്ളത്, പലിശ മേടിക്കുന്നത് മാത്രമല്ല പാപമുള്ളത്. അല്ലാഹുവിന്റെ ഖുർആൻ വ്യക്തമായിട്ട് പാടില്ല എന്ന് പറഞ്ഞൊരു സ്വഭാവമാണ്. മറ്റുള്ളവരുടെ മുമ്പിൽ വലുതാകാൻ വേണ്ടി സ്വയം സ്തുതിപാഠകരെ തങ്ങൾ നിശ്ചയിക്കുകയും തങ്ങൾ ചെയ്യാത്ത കാര്യങ്ങളെ മറ്റൊരാളുടെ മുമ്പിൽ അവതരിപ്പിക്കാനുള്ള വ്യഗ്രതയുണ്ടാകുകയും ചെയ്തപ്പോ മഹത്തായ സഹാബാക്കളുടെ ചിന്ത എന്താണ്? നബിയേ, ഹലക്തു യാ റസൂലല്ലാഹ്, ഞാൻ നശിച്ചു നബിയേ. എപ്പോഴെങ്കിലും നമുക്ക് തോന്നാറുണ്ടോ, അല്ലാഹുവേ ഈ സ്വഭാവം എന്റെ മനസ്സിലുണ്ടെങ്കിൽ ഞാൻ നശിച്ചു എന്ന് നമുക്ക് സ്വയം തോന്നാത്തതെന്താ? നമുക്ക് സ്വയം തോന്നാത്തതെന്താ? ഈ ഒരു സ്വഭാവം പാപമാണ് എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. ഇത് കബീർ വാക്കവിയുടെ വകയല്ല. ഖുർആൻ സൂറത്തുൻ നിസാ, ഖുർആൻ സൂറത്തു ആല ഇമ്രാൻ, സൂറത്തു ആല ഇമ്രാന്റെ അവസാന ഭാഗമാണ്. വയുഹിബ്ബൂന അൻ യുഹ്മദു ബിമാ ലം യഫ്അലു, അവർ ചെയ്യാത്ത കാര്യം ചെയ്തിട്ടാണേലും വേണ്ടൂല. ബിമാ ലം യഫ്അലു, അവർ ചെയ്യാത്ത കാര്യങ്ങൾ പറഞ്ഞ് മറ്റുള്ളവരുടെ മുമ്പിൽ വലുതാകാൻ ശ്രമിക്കുക. അങ്ങനെ ശ്രമിക്കുമ്പോൾ നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ ചെറുതാവും. ഞാനൊക്കെ വാതിലുമ്പോൾ പറയണം, ഉസ്താദ് എന്റെ പേരൊന്ന് പറഞ്ഞേക്കണേ, സ്റ്റേജിലൊന്ന്. അപ്പോ അയാളെ കുറിച്ച് എന്റെ മനസ്സിലുണ്ടായിരുന്ന ചിത്രം ചെറുതാവുകയാണ്. ഇങ്ങനെ ഒരു മനുഷ്യനായി പോയല്ലോ ഇയാൾ. അയാളുടെ പെരുമാറ്റം കണ്ടിട്ട് ഞാൻ പറയണം, അയാൾ പറയാതെ പറയണം, ആ മനുഷ്യൻ എത്ര നല്ലവനാണ്, അയാളുടെ പെരുമാറ്റം, അയാളുടെ സ്വഭാവം. അള്ളാഹു നമുക്ക് ആ ബോധം നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹു നമുക്ക് ആ ബോധം നൽകി അനുഗ്രഹിക്കട്ടെ. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ഉറക്കെ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ, അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബാക്കൾ ഇങ്ങനെ ചിന്തിച്ചവരായിരുന്നു. അങ്ങനെ നമുക്ക് ഖുർആനിലൂടെ ചിന്തിക്കാൻ കഴിയണം. അല്ലാഹുവേ, ഈ സ്വഭാവം എനിക്കൊക്കെ ഉണ്ടല്ലോ, ഈ സ്വഭാവമൊക്കെ എനിക്കൊന്ന് മാറ്റണം. ഈ സ്വഭാവം എനിക്കൊന്ന് മാറ്റാം. നമ്മൾ ചിന്തിക്കും, നമ്മൾ ചില ആളുകൾ പറയും എന്റെ സ്വഭാവം അതാ, ഇനിയിപ്പോ മാറ്റാൻ നോക്കിയാലൊന്നും മുഅ്മിനിന്റെ സ്വഭാവമല്ല, അത് ഈമാനുള്ളവല്ല എന്ന് വിചാരിക്കരുത്. ആ പറയൽ ഈമാനിന്റെ ലക്ഷണമല്ല. മാറ്റണം. മാറ്റാൻ പറ്റാത്ത സ്വഭാവങ്ങൾ അതാ ഉള്ളത്. അള്ളാഹു നമ്മുടെ തെറ്റുകളെ കുറിച്ചുള്ള ബോധം നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ.
ആമീൻ പറ മനുഷ്യന്മാരെ. അള്ളാഹു നമുക്ക് തെറ്റുകളെ കുറിച്ചുള്ള ബോധം നൽകാൻ ആദ്യം, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഞാൻ ചെയ്തത് തെറ്റാണ് എന്ന ഒരു ബോധം ആദ്യം ഉണ്ടാവുക. ഇത് തെറ്റാന്ന്, ഇത് ഖുർആൻ പറയുന്ന സ്വഭാവമാണ് എന്ന് നമുക്ക് തോന്നിയാൽ പിന്നെ നമ്മൾ അതിൽ നിന്ന് മാറൂലേ? അള്ളാഹു നമുക്ക് അതിൽ നിന്ന് മാറി നിൽക്കാൻ തൗഫീക്ക് നൽകട്ടെ. നമ്മളത് ആഗ്രഹിച്ചില്ല എന്നാൽ മറ്റുള്ളവരത് പറയുന്നു. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. ഇങ്ങനെ തെറ്റുകളെ തിരിച്ചറിയുകയും ആ തിരിച്ചറിഞ്ഞ തെറ്റുകളുടെ പാതയിൽ നിന്ന് മാറുകയും ചെയ്യുമ്പോഴാണ് മനുഷ്യ ലോകത്തിലെ ഏറ്റവും നല്ലവനായി മാറുക. നമുക്കങ്ങനെ മാറാൻ കഴിയേണ്ടതുണ്ട്. ഞാൻ പറഞ്ഞോണ്ട് നിങ്ങൾക്ക് വിഷമമൊന്നുമില്ലല്ല, ഒന്നുമില്ല. ഒരു പരിപാടിക്ക് എവിടെയെങ്കിലും ഒരു MLA കണ്ടു, അതിന്റെ ഇടയ്ക്കൂടെ ഞൂന്ന് പോയിട്ട് അപ്പുറത്തുനിന്ന് ഒരു സെൽഫി എടുക്കുക, പോസ്റ്റ്. അപ്പൊ അവൻ MLA ആരായി? അടുത്ത ആളായി. ബാക്കി പോയി ഒരു സൈഡിൽ കൂടെ പോയി ഇപ്പുറത്ത് നിന്നൊരു ഫോട്ടോ എടുത്തില്ല, ഉടനെ പ്രൊഫൈല് മാറി. മുഖ്യമന്ത്രി അതിലേ പോയാൽ അതിന്റെ അപ്പുറത്തോടെ നിന്നിട്ട് ഒരെണ്ണം എടുത്തിട്ട് തീർന്നു. മന്ത്രി അതിലേ പോയാൽ തീർന്നു. ഇതൊന്നും അല്ല. നമ്മൾ അള്ളാഹുവിന്റെ മുമ്പിലാണ് വലിയവരാകേണ്ടത്. മറ്റുള്ളവന്റെ മുമ്പിൽ വലിയവനായിട്ട് ഒരു കാര്യം ഉണ്ടാവില്ല. അത് ഈ മണ്ണിന്റെ അടിയിൽ തീരാനുള്ളതാണ്. ആരുടെ മുമ്പിൽ വലിയവനായിട്ട് കാര്യം എന്താ? മരിച്ചു എന്ന് കേട്ടപ്പോ 400 പേര് കൂടെ മരിച്ച പുരട്சி തലൈവി ജയലളിത എവിടെ? ചെന്നൈ നഗരത്തിന്റെ കടൽ തീരത്തിന്റെ താഴത്ത് എവിടെയോ മണ്ണിൽ പോയി പുഴുക്കൾ തിന്നിട്ട് ആ തടിച്ച ശരീരം തീർന്നിട്ടുണ്ട്. അമ്മേ എന്ന് വിളിച്ചിട്ട് നെഞ്ചത്തടിച്ചു പോയ അനുയായികൾ അധികാരത്തിന് വേണ്ടി അപ്പക്കഷ്ടത്തിന് കടികൂടാനും തുടങ്ങി. ഇത്രേ ഉള്ളൂ. അമ്മേന്ന് വിളിച്ചിട്ട് കരഞ്ഞ അനുയായികൾ അധികാരത്തിന് വേണ്ടി കടിപിടി കൂടാൻ തുടങ്ങി. മരിച്ചു എന്ന് കേട്ടപ്പോ 400 പേര് കൂടെ മരിച്ചു എന്നാ കണക്ക് പറയുന്നത്. എന്ത് ചെയ്യാ? പെണ്ണെവിടെ പോയി? അവൾ 6 അടി മണ്ണിലേക്ക് പോയി. ഇതിനേക്കാൾ ഈ ലോകത്തിന്റെ മുമ്പിൽ വലിയവരായ ആളുകൾ ഖബറിന്റെ കുഴിമാടത്തിൽ കിടക്കുന്നുണ്ടല്ലോ. എന്താ അവര് ബാക്കിയാക്കിയിട്ട് പോയത്? ഒന്നും അവര് ബാക്കിയാക്കിയിട്ടില്ല. അതുകൊണ്ട് ആദ്യം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ആദ്യം നമ്മുടെ ജീവിതത്തിൽ ഞാൻ ചെയ്തു പോയ തെറ്റുകളെ കുറിച്ചുള്ള ബോധം ഉണ്ടാവുക. എന്താ ബോധം? ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ, ഉറക്കെ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം സലാത്ത് പറയും. റബീഉൽ അവ്വൽ തീർന്നില്ലല്ലോ. നിങ്ങൾ റബീഉൽ അവ്വൽ ആയി കഴിയുമ്പോ കാസർഗോഡുകാരെ ഉശിരൊരു വല്ലാത്ത ഉശിര. 13 ജില്ലയിലും ഇല്ലാത്ത ഉശിരാണ് റബീഉൽ അവ്വലിന് കാസർഗോഡുകാരുടെ ഒരു റാലിയുടെ ഉശിര്. ഇപ്രാവശ്യത്തെ റാലിയാന്ന് തോന്നുന്നു ഫേസ്ബുക്കിൽ ഞാൻ കണ്ടു. ഏറ്റവും വില കൂടിയ കാറുകൾ മാത്രം ഒരു 10-12 എണ്ണം. എവിടെയാ നടന്നതെന്നൊന്നും എനിക്കറിയില്ല. നിങ്ങൾ കണ്ടില്ല? അവനവന്റെ കാര്യം നിങ്ങൾ കാണൂലല്ലോ. ആദ്യം റേഞ്ച് റോവർ, പിന്നെ പോർഷെ, പിന്നെ ഓഡി, ബെൻസ്, അത് മാത്രം കുറെ ഇങ്ങനെ നിരന്നു വരുന്നു. ഹെഡ്ലൈറ്റിൽ പച്ച തുണി കെട്ടിട്ട് അത് മറച്ചിരിക്കുന്നു. ഒരാൾ ഓടിക്കുന്നു, ഡോറ് തുറന്നിട്ട് അതിന്റെ അപ്പുറത്തും ഇപ്പുറത്തും 4 പേര് ഇരിക്കുന്നു. കുലു തക്ബീർ, അല്ലാഹു അക്ബർ. നബീനത്തിന്റെ റാലി. പിന്നെ ചില ജമീനത്തിന്റെ മുമ്പിൽ കമാൻഡോ, ചിലതിനകത്ത് പട്ടാളക്കാര്. ഞാനൊന്ന് ചോദിക്കട്ടെ, എനിക്ക് നിങ്ങൾ എന്ത് വിചാരിച്ചാലും ഒരു കുഴപ്പമില്ല. രാത്രിയിലോ പകലിലോ ഒരു തീപ്പെട്ടിക്കൊള്ളി വെച്ചിട്ട് പോലും ആയുധ പരിശീലനം നടത്താത്ത അള്ളാന്റെ റസൂലിന്റെ ഉമ്മത്തിന് എന്തിനാൽ നബിദിന റാലിക്ക് ഒരു പട്ടാളക്കാരുടെ വേഷം? അതുകൊണ്ട് എന്താ നമ്മൾ ഉദ്ദേശിക്കുന്നത്? ഒരു തീപ്പെട്ടിയുടെ കൊള്ളി കൊണ്ടുവച്ചും നമ്മൾ പള്ളിപ്പറമ്പിൽ പോയിട്ട് പരിശീലനം നടത്തുന്ന ആളുകളല്ലല്ലോ നമ്മളാണോ? ആണോ? ഒരു തീപ്പെട്ടിയുടെ കൊള്ളി വെച്ചിട്ട് പോലും നമ്മൾ പയറ്റുന്ന ആളുകളല്ലല്ലോ. നമ്മൾ സമാധാനത്തിന്റെ വക്താക്കളല്ലേ. അപ്പൊ പിന്നെ നമുക്കെന്തിനാ വേഷത്തിന്റെ ഒരു ആവശ്യകത? എന്തിനാ? അതിന്റെ ഒരു ആവശ്യകതയില്ലല്ലോ. ആവശ്യകതകൾ ഇല്ലാത്തവർ നമുക്ക് ഒഴിവാക്കിക്കൂടെ? ആവേശം നല്ലതാണ്, പക്ഷെ അത് അതിര് കിടക്കുമ്പോൾ, അമിതാവേശമായി വരുമ്പോൾ വരുന്ന ആപത്തുകൾ തടയാൻ ചിലപ്പോൾ സമൂഹത്തിന് കഴിയുന്നില്ല എന്നത് വളരെ ദുഃഖകരമായ ഒരു വസ്തുതയാണ്. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർ, ഇതൊന്നുമല്ല അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ഹുബ്ബേരാ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. ഇവിടെ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ പ്രവാചകൻ കിടന്നിറങ്ങുന്ന മദീന നഗരിയിലേക്ക് പോകുമ്പോൾ മദീനത്തുൻ നബവി, അള്ളാഹു മരിക്കുന്നതിന് മുമ്പ് എത്താൻ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പച്ചക്കുപ്പിയുടെ കീഴിൽ അന്തിയുറങ്ങുന്ന നേതാവിന്റെ ചാരത്ത് കിടക്കുമ്പോ ആ മദീന നബവിയുടെ മറുഭാഗത്ത് വിശാലമായ മദീന യൂണിവേഴ്സിറ്റിക്കപ്പുറത്ത് വളരെ വിശാലമായൊരു മരുഭൂമിയുടെ ഭാഗമുണ്ട്. നിങ്ങൾ എങ്ങാനും ഇവിടെ ചെന്നാൽ ആ മരുഭൂമിയിൽ പോയി ചെറുപ്പക്കാരാ കുറച്ചു നേരം ഒന്ന് നിന്നു നോക്കണം. ലോകചരിത്രത്തിന് അവിസ്മരണീയമായ ചരിത്രത്തിന് സാക്ഷ്യം വഹിച്ച മണൽപ്പരപ്പാണത്.
മദീനത്ത് പള്ളിയുടെ മദീന യൂണിവേഴ്സിറ്റിയുടെ മറുഭാഗത്ത് ഞാൻ ഇപ്രാവശ്യം എന്റെ കൂടെ ഹജ്ജിന് വന്ന ആളുകളോട് ആ സ്ഥലം കാണിച്ചു കൊടുത്തിട്ട് അവിടെ വെച്ചിട്ട് ആ നടന്ന ചരിത്രം പറഞ്ഞു കൊടുത്തു. എന്റെ പ്രിയപ്പെട്ട കാസർഗോഡ് ചെറുപ്പക്കാരാ, എപ്പോഴെങ്കിലും മദീനയിൽ പോകാൻ അവസരം ലഭിച്ചാൽ അള്ളാഹു നമുക്ക് മദീനയിൽ പോകാൻ അവസരം നൽകുമാറാകട്ടെ. മരിക്കുന്നതിന് മുമ്പ് മദീനയിലെത്താ മദീന റൗളയുടെ ചാരത്ത് ചെന്ന് അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് എന്ന് ഹൃദയം തുറന്ന് പറയാൻ അല്ലാഹുവേ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. ആ മദീനയുടെ മദീന യൂണിവേഴ്സിറ്റിയുടെ മറുഭാഗത്ത് നിരന്ന് കിടക്കുന്ന മരുപ്പറമ്പിലൊരു ചരിത്രം നടന്നിട്ടുണ്ട്. ആ ചരിത്രം ഏതെന്നറിയോ? അവിടെയാണ് ഹബീബായ നബി തങ്ങൾ മദീനത്തെ പള്ളിയുടെ ഓരത്തിരിക്കുമ്പോ ഒരു ചെറുപ്പക്കാരൻ പാഞ്ഞു വന്നത് ഭ്രാന്തനെ പോലെ മുടിയിടകൾ മുഴുവനും പറത്തിയിട്ട് ആ മുടിയിൽ പിടിച്ചു വലിച്ചിട്ട് പ്രവാചകന്റെ അടുക്കലേക്ക് വന്നു. യാ റസൂലല്ലാഹ് തഹ്റിനി യാ റസൂലല്ലാഹ്, എന്നെ ഒന്ന് ശുദ്ധനാക്കി നബിയേ, എന്റെ ജീവിതത്തിന്റെ ഹൃദയ വിശുദ്ധി നഷ്ടപ്പെട്ടു പോയി നബിയേ. തഹ്റിനി യാ റസൂലല്ലാഹ്, എന്നെ ഒന്ന് വിശുദ്ധനാക്കി നബിയേ. അല്ലാഹുവിന്റെ റസൂലിനോട് പറയാ. കാരണം എന്താ നബിയേ? എന്താണ് മായിസേ? മായിസ് റളിയല്ലാഹു അൻഹു ഖദ് സനൈതു യാ റസൂലല്ലാഹ്, ഞാൻ വ്യഭിചരിച്ചു നബിയേ, എനിക്ക് പരലോകത്തെ പേടിയാ. എന്റെ കടയിലേക്ക് ഒരു പെൺകുട്ടി കടന്നു വന്നപ്പോ അഭിശപ്തമായ ഒരു നിമിഷത്തിൽ ആ പെണ്ണുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ട് എന്റെ ഹൃദയത്തിന്റെ ജീവിതത്തിന്റെ വിശുദ്ധി കളങ്കമായി നബിയേ. ഖദ് സനൈതു യാ റസൂലല്ലാഹ്, എന്നെ ഒന്ന് ഞാൻ വ്യഭിചരിച്ചു നബിയേ, എനിക്കൊന്ന് ശുദ്ധിതാക്കി താ നബിയേ, എന്നെ ഒന്ന് ശുദ്ധനാക്കി താ നബിയേ. ആരാ പറയുന്നത്? ജീവിതത്തിന്റെ സന്മാർഗങ്ങളുടെ കൊടുമുടികൾ താണ്ടിക്കിടക്കുമ്പോഴും അറിയാതെ ജീവിതത്തിനൊരു പാപം ചെയ്തപ്പോ ആ സമയത്ത് അള്ളാഹിനെ കുറിച്ചുള്ള ബോധ്യമുണ്ടാവുകയാ, പരലോകത്തെ കുറിച്ചുള്ള പേടി വരികയാ. ഹിസാബിനെ അഭിമുഖീകരിക്കേണ്ട ദിവസത്തെ ഓർത്തപ്പോ ഉറക്കം വരുന്നില്ല. നമുക്ക് പരലോകത്തെ പേടിയില്ലല്ലോ, നമുക്ക് ആഖിറത്തെ പേടിയില്ലല്ലോ, നമുക്ക് ഹിസാബിന് ഭയമില്ലല്ലോ, നമുക്ക് സിറാത്തിനെ കുറിച്ച് ചിന്തയില്ലല്ലോ. ഒന്നുമില്ലാതെ നമ്മൾ ഇവിടെ കിടന്ന് ആടിത്തുമറുക്കുകയാ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദീനത്തിന്റെ ചാരത്ത് നടന്ന ചരിത്രം അറിയുമ്പോ നബിദിനം എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ റസൂലിനെ ഓർക്കല, അവിടുത്തെ സഹാബത്തിനെ ഓർക്കല. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഹൃദയം തുറന്ന് ഞാൻ പറയാ, അല്ലാഹുവിന്റെ റസൂലിന്റെ ചാരത്ത് നടന്ന ഈ മാനസിക പരിവർത്തനത്തിന്റെ ചരിത്രം പഠിക്കണം. റബീഉൽ അവ്വലിൽ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിന്റെ ഓർമ്മകളാകണം. അല്ലാതെ നബിദിനത്തിന്റെ ആഘോഷം എന്ന് പറഞ്ഞാൽ അത് പച്ചക്കൊടിയും പിടിച്ചിട്ട് ലൈറ്റുകളുടെ മുമ്പിൽ പച്ചട്ടം പോലെ വെച്ചത് മറിച്ചു മാറ്റി കാതടപ്പിക്കുന്ന സംഗീതങ്ങളുമായി റോഡ് ബ്ലോക്കാക്കിയിട്ട് നബിദിനാഘോഷം നടക്കലല്ല. പണ്ടൊക്കെ നാട്ടിൽ നബിദിന റാലി നടക്കുമായിരുന്നു. ഈ മദ്രസയിലെ കുട്ടികളും സയ്യിദന്മാരും ആലിമീങ്ങളും ഒക്കെ റബീഉൽ അവ്വൽ 12 രാവിലെ റോഡിലൂടെ അച്ചടക്കത്തോട് മദ്രസയുടെ കൊച്ചുകുട്ടികൾ പച്ചക്കൊടിയും പിടിച്ച് ആലിമീങ്ങള് സയ്യിദന്മാര് നേതൃത്വം നൽകി പോകുന്ന വഴിയിൽ ബുറുദ പാടി, പോകുന്ന വഴിയിൽ മൗലിദ് പാടി. ഇന്ന ബൈതന അൻഹു ലൈസ മുഹ്താജന ഇല സുറൂർ എന്ന് പോയ അല്ലാഹുവിന്റെ റസൂലിന്റെ ജന്മദിനം ആഘോഷിക്കുന്ന പതിവുകളിൽ നിന്ന് അടിച്ചുപൊളിയുടെയും ആഘോഷത്തിന്റെയും ശേഷം തലമുറ വൈകുന്നേരമാകുമ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ കാതടപ്പണ സംഗീതവുമായി വണ്ടികളുടെ മുകളിൽ പച്ചക്കൊടിയും കിട്ടി. ഇതേവരെ നിസ്കാരമില്ല, നോമ്പില്ല, സക്കാത്തില്ല, ഹജ്ജില്ല. ആണ്ടറുതിയുടെ ഒരു ദിവസം മാത്രം സമൂഹത്തിന്റെ ആഘോഷങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന വികരമാക്കി മാറ്റുന്ന ഇപ്രാവശ്യത്തെ നബിദിനാഘോഷത്തിന്റെ ഒരു പോസ്റ്റ് ഫേസ്ബുക്കിൽ കണ്ടു. വലിയൊരു ലോറി നിറച്ചിട്ട് പച്ചത്തുണി കൊണ്ട് അലങ്കരിച്ചിരിക്കുകയാ. അതിന്റെ 4 പാടിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി എഴുതിയിട്ടുണ്ട്. കുറെ ഫ്രീക്കന്മാരായ ചെറുപ്പക്കാര് തലമുടി ഇങ്ങനെ ഫ്രീക്കായി വെട്ടി അവര് പച്ചക്കൊടി പിടിച്ചിട്ട് കുലു തക്ബീർ വിളിക്കുകയാ. സുബ്ഹാനല്ലാഹ്. ഒരു ചെറുപ്പക്കാരൻ കാലെടുത്ത് ചവിട്ടിയിരിക്കുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് എഴുതിയിരിക്കുന്ന ബാനറിന്റെ മുകളിൽ കാല് ചവിട്ടിയിട്ട് അവൻ തക്ബീർ വിളിക്കുകയാ. എന്റെ പ്രിയപ്പെട്ട പൊന്നുമോനെ, ഞാനൊന്ന് ചിന്തിക്കട്ടെ, ഇന്നേ വരെ ഹൃദയത്തിന്റെ ചിന്തകളും വികാരങ്ങളും മാറ്റാത്ത
നടക്കാത്തത് എങ്ങനെയാ? എങ്ങനെയാടാ യുവാവേ നിനക്ക് ആ സമയത്ത് ഇങ്ങനെ ആഘോഷത്തിൽ അടിച്ചു തീർക്കാൻ കഴിയാ? ആ സമയത്ത് നിന്റെ സഹോദരങ്ങളും മാനത്തിന് വേണ്ടി കേടുകയല്ലേ? എങ്ങനെയാ നിനക്ക് ഇങ്ങനെ ആഘോഷിക്കാൻ കഴിയാ? അതേ സമയത്ത് നീ നോക്കുമ്പോ ബശാറുൽ അസദ് എന്ന ഏകാധിപതിയായ സർവാധിപതിയായ സ്വേച്ഛാധിപതിയായ വംശാധിപതിയായ ആ രാജാവിന്റെ പട്ടാളക്കാര് സിറിയയിലെ അവര് ചോദിച്ചു എന്തെന്നറിയോ? പാതിരാ സമയത്ത് തകർത്ത് കയറി പുരുഷന്മാരെ പിടിച്ച് തൂണില് ബലമായി കെട്ടിയിട്ട് അവരെ തോക്കിന്റെ മുനയിൽ ചൂണ്ടി നിർത്തി. ബാക്കി പട്ടാളക്കാരെ കടപ്പറയിൽ കിടക്കുന്ന ഭാര്യയെയും പെൺമക്കളെയും പരസ്യമായി മാനഭംഗം ചെയ്യുമ്പോ നെഞ്ചിലേക്ക് ചൂണ്ടി വെച്ച കാഞ്ചി വലിച്ചാൽ ശരീരം തെറിച്ചു പോകുമ്പോ കാഞ്ചി മുനയുടെ മുമ്പിൽ നിർത്തി പാവപ്പെട്ട ഭാര്യമാരെയും പെൺമക്കളെയും മാനഭോ ഇത് ഞങ്ങൾക്ക് കൂട്ടുകാര് വിളിച്ചു ചോദിക്കുമ്പോ ബോംബ് വർഷങ്ങള് ശരീരത്തിലേക്ക് പതിച്ചിട്ട് അതിന്റെ അവശിഷ്ടങ്ങള് ശരീരത്തിൽ തുളച്ചു കയറുമ്പോ ഓപ്പറേഷൻ ടേബിളിൽ കൊണ്ടുപോയി ഓപ്പറേഷന് മരത്തിക്കിടത്തവേ ബോധം കെടുത്താൻ അനസ്തേഷ്യയുടെ മരുന്ന് പോലുമില്ലാതെ ആശുപത്രിയില് പച്ച ശരീരത്തിലേക്ക് പിച്ചാത്തി കുത്തിക്കയറ്റുമ്പോ വേദന മറക്കാൻ അല്ലാഹുവിന്റെ ഖുർആൻ ഉറക്കോടി അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. തന്റെ ശരീരത്തിൽ ഓപ്പറേഷൻ ചെയ്യുമ്പോ ബോധം കെടുത്താൻ മരുന്നില്ലാതെ അല്ലാഹുവിന്റെ ഖുർആൻ ഉറക്കയോകുന്ന സിറിയയിലെ പാവപ്പെട്ട 10 വയസ്സുള്ള ബാലന്മാരില്ലേ? എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, വമാലക്കും ലാ തുഖാതിലൂന ഫീ സബീലില്ലാഹ് വൽ മുസ്തളഫീന മിനർ റിജാലി വൻ നിസാഇ വൽ വിൽദാൻ അല്ലദീന യഖൂലൂന റബ്ബനാ അഖ്രിജ്നാ മിൻ ഹാദിഹിൽ ഖറിയത്തിൽ ളാലിമി അഹ്ലുഹാ വജഅൽ ലനാ മിൻ ലദുൻക വലിയൻ വജഅൽ ലനാ മിൻ ലദുൻക നസീറാ. സിറിയയിലെ അലപ്പോവില് പാവപ്പെട്ട പെണ്ണുങ്ങൾ കിടന്നിട്ട് നിലവിളിക്കുകയാ, നമ്മുടെ സഹോദരിമാരെ നിലവിളിക്കുകയാ. നമ്മളിവിടെ ആഘോഷത്തിന്റെ തിമിർപ്പ് നടക്കുമ്പോ പട്ടാളക്കാരാൽ ക്രൂരമായി മാനഭംഗം ചെയ്യപ്പെട്ട് കയ്യും കാലും വെട്ടിയെറിയപ്പെട്ട് കുടിൽ നിന്ന് വലിച്ചെറിയപ്പെടുന്ന സിറിയയിലെ പെങ്ങന്മാര് വിളിച്ചു ചോദിക്കുന്നുണ്ട്, പടച്ചവനെ ഞങ്ങൾക്കൊരു മോചകനെ എവിടെയാ കിട്ടുക? ഓക്സാൻ സൂചി എന്ന് പറയുന്ന നോബൽ സമ്മാന ജേതാവ് ഭരിക്കുന്ന ബർമയിൽ തീപ്പെട്ടിക്കൊല്ലികളെ പോലെ തീക്കുണ്ടാരം കെട്ടിയുണ്ടാക്കിയിട്ടതിന്റെ മുകളിലൂടെ മരത്തിൽ കിടത്തിയിട്ട് പച്ചക്ക് തീ കൊളുത്തി പച്ചമാംസം വെന്തിരിയുന്ന റോഹിംഗ്യയിലെ പാവപ്പെട്ട കൊച്ചു കുഞ്ഞുങ്ങളെ വിളിച്ചു ചോദിക്കുകയാ, പടച്ചവനെ സലാഹുദ്ദീൻ അയ്യൂബിയെ പോലെ, ഇമാമുദ്ദീൻ സഞ്ജിയെ പോലെ, നൂറുദ്ദീൻ സംഗിയെ പോലെ, ഉമർ മുഖ്താറിനെ പോലെ ഞങ്ങൾക്കൊരു സഹായിയെ തരണേ അല്ലാ. ഈ നിലവിളി കേട്ടപ്പോ GCCയിലെ ഖത്തർ എന്ന് പറയുന്ന അറേബ്യൻ രാഷ്ട്രത്തിന്റെ അധികാരത്തിന്റെ പ്രിയപ്പെട്ട ഖലീഫ ഖത്തറിന്റെ ദേശീയ ആഘോഷത്തിൽ ഇന്ന് ആഘോഷം വേണ്ട എന്ന് പ്രഖ്യാപിക്കുമ്പോ GCC രാജ്യത്തിലെ പ്രമുഖമായ ഖത്തറിന്റെ ഖലീഫ ശൈഖ് ഖലീഫ അദ്ദേഹം ദേശീയ ആഘോഷത്തിന്റെ നിറപ്പകറ്റുകൾ വേണ്ടെന്ന് വെക്കുകയാ. സിറിയക്കാരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. പക്ഷേ എന്റെ പ്രിയപ്പെട്ട കാസർഗോഡ് ചെറുപ്പക്കാരാ, നിങ്ങളുടെ നബിദിനാഘോഷത്തിന്റെ ചിത്രങ്ങൾ ഫേസ്ബുക്കിൽ പലപ്പോഴും ഈ വിനീതം കണ്ടതാണ്. ബർമയിലെ മുസ്ലിമീങ്ങൾ പൊട്ടിക്കരയുമ്പോ, അലപ്പോവില് പാവപ്പെട്ടവരെ മാനഭംഗം ചെയ്യുമ്പോ, നമ്മുടെ സഹോദരങ്ങളുടെ കണ്ണുനീര് തടം തല്ലിയാ തുടങ്ങുമ്പോ, ഇന്നലെ നിങ്ങൾ കണ്ടോ, നിങ്ങൾ ലക്ഷങ്ങളും ആയിരങ്ങളും വാരിയെറിഞ്ഞിട്ട് വലിയ ആഡംബര വാഹനങ്ങൾ നിരത്തിലിട്ടിട്ട് നിങ്ങൾ റാലി നടത്തിയില്ലേ? നിങ്ങൾ അറിഞ്ഞു മുസ്ലിമേ, ഇന്നലെ ഇറാനിലെ ടെഹ്റാനിലെ 50ഓളം പുരുഷന്മാര് സ്ത്രീകളെ കിടപ്പാടമില്ലാതെ അവിടുത്തെ ഖബർസ്ഥാനിലെ പഴയ ഖബറുകളിലാ കിടന്നിറങ്ങുക. ഇത് പ്രാചീന കാലത്തിന്റെ കഥയല്ല. ഇറാനിലെ ടെഹ്റാനിലെ കിടപ്പാടമില്ലാതെ കുടിച്ച പഴയ ഖബറുകളിൽ പാവപ്പെട്ടവരെ കിടന്നിറങ്ങുമ്പോ എങ്ങനെയാ മുസ്ലിമേ ഇതൊക്കെ മാറ്റാൻ കഴിയുക? എങ്ങനെയാണ് നമുക്ക് ആഹ്ലാദ തിമിർപ്പ് കഴിയുക? ഈ അനാചാരങ്ങൾ എങ്ങനെയാ നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരിക? അല്ലാഹുവേ, അല്ലാഹുവേ, നാളെ പരലോകത്തിന്റെ വിചാരണ
വിചാരണ നാളിലെ നിങ്ങൾ ഭയക്കാത്തതെന്താ? ഹിസാബിന് നിങ്ങൾ ഭയക്കാത്തതെന്താ? സിറാത്തിന് നിങ്ങൾ ഭയക്കാത്തതെന്താ? അതുകൊണ്ട് ചെയ്തു പോകുന്ന തെറ്റുകളെ കുറിച്ചുള്ള ബോധമുണ്ടാവണേ. അത് ലോകത്തോട് എടുത്തു പറഞ്ഞിട്ട് ഇനിയില്ല, ഇനിയില്ല. യാ അയ്യുഹല്ലദീന ആമനൂ തൂബൂ ഇലല്ലാഹി തൗബതൻ നസൂഹാ. ഇതൊന്നും വിനീതൻ ഒരു വിമർശനാത്മകമായിട്ട് പറയുന്നതല്ല. ഇനിയെങ്കിലും ഇതിൽ നിന്ന് മാറി നിൽക്കണേ. അല്ലാഹുവിന്റെ റസൂലിന്റെ ജന്മദിനത്തെ വികരമാക്കരുത്. ഹബീബായ നബി തങ്ങളുടെ ജന്മദിനാഘോഷത്തെ വികൃതമാക്കരുത്. എന്നിട്ട് ചെയ്തതെല്ലാം പടച്ച റബ്ബിനോട് ഏറ്റു പറഞ്ഞ് തൂബൂ ഇലല്ലാഹി തൗബതൻ നസൂഹാ. അല്ലാഹുവിന്റെ അടുക്കലേക്ക് ആത്മാർത്ഥമായി പശ്ചാത്തപിച്ചു മടങ്ങണേ. ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചാരത്തേക്ക് വന്ന് മായിസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയേ ഖദ് സനൈതു യാ റസൂലല്ലാഹ്, ഞാൻ വ്യഭിചരിച്ചു നബിയേ. ഫർജിനി യാ റസൂലല്ലാഹ്, എന്നെ കല്ലെറിഞ്ഞു കൊല്ലു നബിയേ. ബോധമുണ്ടാവണം ആദ്യം ഈ ചെയ്യുന്നത് തെറ്റാണ്. പറയാതിരിക്കാൻ തരയില്ല. ഇപ്പൊ ആരേലും പറയണ്ടേ? ഇപ്പൊ ഞാനിത് പറഞ്ഞതിന്റെ പേരിൽ എന്നെ ക്രൂശിക്കണമെങ്കിൽ അൽഹംദുലില്ലാ, ധാരയിലും പറയണമല്ലോ, പറയണ്ടേ? ധാരയിലും പറയണ്ടേ? രാജാവ് നഗ്നനാണ് എന്ന് പറഞ്ഞ കൊച്ചുകുട്ടിയുടെ ഒരു ആർജവെങ്കിലും വേണ്ടേ? അത് ഞാനങ്ങ് തുറന്നു പറയണം. ഒരു കാര്യം ഉറപ്പ്, ഈ നബിദിനാഘോഷവുമായി ബന്ധപ്പെട്ട് കാസർഗോഡ് ജില്ലയിൽ നിന്ന് വരുന്ന ചിത്രങ്ങൾ ഇസ്ലാമിന് അത്ര ഭൂഷണമല്ല. ഉറപ്പ്. നിങ്ങൾ പിണങ്ങുവോ, കല്ലെറിയോ, അത് പറയോ, ഇത് പറയോ, നെവർ മൈൻഡ്. ആർക്കെങ്കിലും വിഷമമുണ്ടോ ഞാൻ ഇത് പറയുന്നതിൽ? ഉണ്ടോ? ഞാനിത് പറയുന്ന നിങ്ങൾക്ക് എന്തെങ്കിലും വിഷമമുണ്ടോ? അങ്ങനെ വിഷമമുണ്ടെങ്കിൽ എനിക്കൊരു ചുക്കുമില്ല എന്ന് പറയാനാണ് ചോദിച്ചത്. അല്ലാതെ എനിക്ക് പേടിയുണ്ടല്ലോ. അങ്ങനെ എന്തെങ്കിലും ഒരു വിഷമം ഉണ്ടെങ്കിൽ, അങ്ങനെ വിഷമം ഉണ്ടാവാനാണ് ഞാൻ പറഞ്ഞത്. അള്ളാഹു നമ്മളെ കാക്കട്ടെ. നിങ്ങൾക്ക് ഇസ്ലാമിനോടുള്ള ആവേശം കൂടുതലാണ്, പക്ഷെ ആവേശം ശരിയായ പാതയിലൂടെ പോകും. കാസർഗോഡ് യുവാക്കൾക്ക് ഇസ്ലാമിനോടുള്ള ആവേശം കൂടുതലാണ്, പക്ഷെ ആവേശം ശരിയായ പാതയിലൂടെ കൊണ്ടുപോകണം. അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. അനീതി കണ്ടാൽ നമുക്ക് പ്രതികരിക്കാം. അനീതി കണ്ടാൽ നമുക്ക് ശരീഅത്ത് സമ്മേളനത്തില് റാലി നടത്തിയ സമസ്തയുടെ നേതാക്കൾക്കെതിരെ കേസെടുത്തു. പക്ഷേ പരസ്യമായിട്ട് ആയുധ പരിശീലനം നടത്തുന്ന സംഘടനക്കെതിരെ കേസെടുക്കാൻ കഴിയുന്നില്ല. ഇവിടെയാണ് പ്രശ്നം. അപ്പൊ നമുക്കതിന് ചോദ്യം ചെയ്യാം. പരസ്യമായിട്ട് ആയുധ പരിശീലനം നടത്തുന്നവരോട് അരുത എന്ന് പറയാൻ ഭരണാധികാരികൾക്ക് കഴിയുന്നില്ല. റാലിയിൽ പങ്കെടുത്ത ആരോ കുറെ ചെറുപ്പക്കാർ ഏതോ ഒരു മുദ്രാവാക്യം വിളിക്കാൻ കേസ് ഉറപ്പാണ്. ഇപ്പൊ പല സമയത്തും ദേവാലയങ്ങളുടെ മുമ്പിൽ തന്നെ ആയുധ പരിശീലനം നടത്തുന്നു എന്ന് വാർത്ത വരുന്നു. അവരവരുടെ തന്നെ ചാനലുകൾ വെടിവിടുന്നു. ആരും നടപടിയെടുക്കുന്നില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിൻ. ആയുധ പരിശീലനം നടന്നത് മലപ്പുറം ജില്ലയിൽ നടന്നതൊരു പള്ളിയുടെ മുറ്റത്ത്, നേതൃത്വം നൽകിയത് ഒരു മുസ്ലിയാര്. എന്തായിരിക്കും കഥ? അങ്ങനെയാ നടന്നെങ്കിൽ എന്തായിരിക്കും കഥ? അപ്പൊ നമുക്ക് 10, 3, 13, അവർക്ക് 10, 3, 11. അത് നടക്കില്ല. അതൊരു ലോകത്തിന്റെ നീതിയല്ല. നീതി എപ്പോഴും സ്ഥാപിക്കപ്പെടണം. അങ്ങനെ മാന്യമായ രീതിയിൽ മാന്യമായ ഭാഷയിൽ നമുക്ക് പറയാം. അല്ലാത്തതിൽ മാന്യത വിടുന്ന ഭാഷ നമുക്ക് ഭൂഷണമല്ല. അള്ളാഹു നമുക്ക് തെറ്റുകളെ തിരുത്താനുള്ള ബോധം നൽകട്ടെ. ആമീൻ മനുഷ്യന്മാരെ, അള്ളാഹു നമുക്ക് തെറ്റുകളെ തിരുത്താനുള്ള ബോധം നൽകി അനുഗ്രഹിക്കട്ടെ. ആ തെറ്റ് തിരുത്തി നമ്മൾ മുമ്പോട്ട് പോകണം. മായിസ് റളിയല്ലാഹു തആല തെറ്റ് ചെയ്തു, പക്ഷെ ചെയ്തത് തെറ്റാന്ന് ബോധം ഉണ്ടായി. അതാണ് ഏറ്റവും പ്രശ്നം. ഞാൻ ചെയ്തു പോയി അള്ളാഹുവേ. സ്വാഭാവികമായി സാഹചര്യം കൊണ്ട് സമ്മതിച്ചു പോയി. മായിസേ, നീ വ്യഭിചരിച്ചിട്ടില്ല. വ്യഭിചരിച്ചു നബിയെ. അള്ളാഹുവിന്റെ റസൂൽ തിരിച്ചുവിടാൻ വേണ്ടി ശ്രമിച്ചു. നീ ചെയ്തിട്ടില്ല. നീ അവളെ ചുംബിച്ചതേ ഉണ്ടാവുള്ളൂ. നീ അവളെ എന്തെങ്കിലും ഒന്ന് സ്പർശിച്ചതേ ഉണ്ടാകൂ. അപ്പോഴും തിരിച്ചുവിടാൻ വേണ്ടി ശ്രമിച്ചപ്പോ അപ്പോഴും പറഞ്ഞില്ല നബിയേ, ഖദ് സനൈതു യാ റസൂലല്ലാഹ്, ഞാൻ വ്യഭിചരിച്ചു പോയി നബിയേ. അൽഹംദുലില്ലാഹ്. ഇപ്പൊ ഞാൻ പണ്ട് വന്ന അദ്ദാനഗറായി. ഇപ്പൊ തുടങ്ങിയതുപോലെയാണ് സദസ്. ആണോ നിങ്ങള്? അല്ല, മാറി. പഴയ ഹദ്ദാദ് നഗരായി. ഇപ്പോ തുടങ്ങിയതുപോലെയല്ല. ഇപ്പോ ഞാനൊന്ന് മാറ്റി വന്ന് റൂട്ട് മാറ്റിയപ്പോ അൽഹംദുലില്ലാഹ് പഴയ ഖൈറായ അവസ്ഥയിലായി. അള്ളാഹു ഈ അവസ്ഥയെ നിലനിർത്തി തരട്ടെ. ഇനി നമ്മൾ പിരിഞ്ഞു പോകരുത്. ഇനി നമ്മൾ ഈ മുറ്റത്ത് തന്നെ ഉണ്ടാവണം. ഞാൻ പറയണ, ഒന്നിച്ച് മുസ്ലിം ലീഗ് ഒരു ഭാഗത്തുണ്ടാവും, INL വേറൊരു ഭാഗത്തുണ്ടാവും, കോൺഗ്രസ് വേറൊരു ഭാഗത്തുണ്ടാവും, മാർക്സിസ്റ്റ് പാർട്ടി വേറൊരു ഭാഗത്തുണ്ടാവും.
ഏതായാലും നമ്മൾ മരിച്ചാൽ കൊണ്ടുപോയി നമ്മൾ അടക്കണത് ഈ പള്ളി തന്നെയാവും. അപ്പൊ നമുക്ക് എല്ലാവർക്കും ഒന്നിച്ചിരിക്കാൻ പറ്റിയ ഏക സംവിധാനം, നമ്മുടെ പാർട്ടികൾ, നമ്മുടെ വിശ്വാസങ്ങൾ, നമ്മുടെ ചിന്തകൾ ഒക്കെ വ്യത്യസ്തമായിക്കോട്ടെ, പക്ഷെ നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് ഒരു ജുമയ്ക്ക് ഒരു ഇമാമിന്റെ മുമ്പിൽ വന്നിരിക്കാൻ പറ്റുന്നത് നമ്മുടെ പള്ളിയാണ്. അപ്പോൾ നമുക്ക് ഏത് കാര്യത്തിലും ഒന്നിച്ചിരിക്കാൻ പറ്റുന്ന ലോകത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംവിധാനം നമ്മുടെ ജമാഅത്ത് തന്നെയാണ്. അതിന്റെ കീഴിൽ നിങ്ങൾ ഒന്നിക്കാൻ തയ്യാറായാൽ ഇൻഷാ അല്ലാഹ് ഈ നാട്ടിൽ ഇനിയൊരു വലിയ വിപ്ലവം ഉണ്ടാവും. അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. എനിക്ക് പറയാനുള്ള ഒരു ചെറിയ സജഷൻ എന്താണെന്നറിയോ? ഇനി എല്ലാ പരിപാടികളും കുറച്ചു നാളത്തേക്ക് ജമാഅത്ത് ഒന്നിച്ചങ്ങ് നടത്തി. ഈ ഓരോരുത്തരായിട്ട് അപ്പുറം ഇപ്പുറമൊക്കെ പോകുമ്പോഴാണ് പിന്നെയും ഒരു ചെറിയ അകൽച്ച. കുറച്ചു നാളത്തേക്ക് നമ്മുടെ മനസ്സൊക്കെ ഒന്ന് ഇണങ്ങി വരണവരെ എല്ലാവരും ഒന്നിച്ച് ജമാഅത്തിന്റെ കീഴിൽ നിൽക്കി. എന്താ കഴിയൂലേ? എന്താ സൈഡ് ബെഞ്ച്, റിസർവേഷൻ ബെഞ്ചിൽ വരാനുകില്ല. മെയിൻ പ്ലേയേഴ്സും പറഞ്ഞു, കാണികളും പറഞ്ഞു, പക്ഷെ സൈഡ് ബെഞ്ചിൽ ഒരു ഉറക്കെ പറ. മാഷാ അല്ലാഹ്, അല്ലാഹുവിനെ ആക്കട്ടെ. പണ്ട് മുതലേ ഞാൻ കൂട്ടി യോജിപ്പിക്കുന്ന ആളാ. അവിടെ എനിക്കുണ്ടായ വിഷമങ്ങൾ ഒന്നും ഒരു പ്രശ്നവുമല്ല. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ആയാൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മായിസേ അല്ല, അങ്ങനെയല്ല മായിസേ, അങ്ങനെയല്ല, നീ വ്യഭിചരിച്ചിട്ടില്ല. വ്യഭിചരിച്ചു നബിയെ, വ്യഭിചരിച്ചു. കോടതിയുടെ ആനുകൂല്യം വേണ്ട, വക്കീലിനെ കൊണ്ട് കള്ളം പറയിപ്പിച്ചില്ല, സാക്ഷിയെ സ്വാധീനിപ്പിച്ചില്ല, എല്ലാം നടക്കും. പക്ഷേ പേടിച്ചതാരെയാ? അള്ളാഹുവിനെയാണ്. ഇവിടെയൊക്കെ രക്ഷപ്പെട്ടാലും ഞാൻ അള്ളാഹുടെ മുമ്പിൽ പോയി നിൽക്കണ്ടേ? ഒരു സ്വാധീനത്തിനും വഴങ്ങാത്തൊരു ജഡ്ജിയല്ലേ. അവിടുത്തെ സാക്ഷികളെ വിലക്കെടുക്കാൻ കഴിയില്ലല്ലോ. ഇവിടുത്തെ സാക്ഷിയാരാ? എനിക്ക് സ്വാധീനിക്കാൻ കഴിയില്ലല്ലോ. എന്റെ ഇടത്തെ ചുമലിലും വലത്തെ ചുമലിലും ഇരുന്ന എന്നെ റഖീബിനെയും അതീദിനെയും എനിക്ക് സ്വാധീനിക്കാൻ കഴിയില്ലല്ലോ. ഇവിടെയാണ് മാനസാന്തരത്തിന്റെ ജീവിത വിശുദ്ധിയുടെ പുതിയ പാഠങ്ങൾ തുന്നിച്ചേർക്കാൻ ലോക ചരിത്രത്തിന് മാതൃകയായി വന്നത് മാനായ മായിസ് റളിയല്ലാഹു അൻഹു. ഹബീബായ നബി തങ്ങൾ ആ വിശാലമായ മണൽപ്പരപ്പിലേക്ക് മായിസ് റളിയല്ലാഹു തആലാവിനെ ഇറക്കി നിർത്തി. സഹാബത്ത് കല്ലുകൾ എറിയാൻ തുടങ്ങി. ഇന്നും മസ്ജിദുൻ നബവിയുടെ വലതുഭാഗത്ത് ആ മരുഭൂമി ഇപ്പോഴും നിങ്ങൾക്ക് കാണാം. അവിടുത്തെ മണൽപ്പരപ്പുകൾക്ക് പറയാൻ രക്തത്തിന്റെ കലയുള്ള, രക്തത്തിന്റെ മണമുള്ള ഒരു കഥയുണ്ട്. മായിസ് റളിയല്ലാഹു അൻഹുവിന്റെ ശരീരത്തിലേക്ക് നാല് ഭാഗത്ത് നിന്ന് അനുയായികളുടെ കയ്യിൽ നിന്ന് കൂർത്തുമൂത്ത കരിങ്കല്ലുകൾ മായിസ് റളിയല്ലാഹു അൻഹുവിന്റെ ശരീരത്തിലേക്ക് പാഞ്ഞു വരികയാ. ആ കരിങ്കല്ലുകൾ തന്റെ ശരീരത്തിലേക്ക് പതിക്കുമ്പോ മാംസം പൊട്ടി രക്തം ഇങ്ങനെ തടം തല്ലിയാത്തൊടുകയാണ്. ഇതൊക്കെ ചോദിച്ചു വാങ്ങിച്ചതല്ലേ? ആ ശരീരത്തിലേക്ക് കല്ലുകൾ വന്ന് പതിച്ച് ശരീരത്തിന് മുറിവേൽക്കുമ്പോ മഹാനായ മായിസ് മാലിക് റളിയല്ലാഹു തആല അൻഹു ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ മസ്ജിദുൻ നബവിയിൽ ഇരുന്ന് നോക്കുമ്പോ മഹാനായ ഖാലിദ് റളിയല്ലാഹു തആല ഒരു കല്ലെടുത്തു മായിസ് റളിയല്ലാഹു അൻഹുവിനെ ലക്ഷ്യമാക്കി ആഞ്ഞെറിയവേ ആ കല്ല് നെറ്റിത്തടത്തിൽ പോയി കൊണ്ട് നെറ്റിത്തടം ചിതറിത്തെറിച്ച് രക്തം നേരെ എറിഞ്ഞ ഖാലിദ് റളിയല്ലാഹു അൻഹുവിന്റെ മുഖത്തേക്ക് തെറിച്ചു. ആ ചൂട് രക്തം തന്നെ മുഖത്തേക്ക് തെറിച്ചപ്പോ ഖാലിദ് റളിയല്ലാഹു തആല കൈയുടെ പുറകുഭാഗം കൊണ്ട് ഛേ എന്ന് പറഞ്ഞിട്ടങ്ങ് തുടച്ചു മാറ്റി. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് കണ്ടുകൊണ്ടിരിക്കുകയാ. അല്ലാഹുവിന്റെ റസൂലിന്റെ മനസ്സ് വേദനിച്ചു. അവസാന കല്ലുകൾ തന്റെ ശരീരത്തിലേക്ക് തുടരെ തുടരെ പാഞ്ഞു വന്ന് ശരീരത്തിന്റെ ഭാഗങ്ങളിലൂടെ രക്തം തടം തല്ലിയാ തുടങ്ങി. മായിസ് റളിയല്ലാഹു തആല കുഴഞ്ഞു കുടഞ്ഞ് മരുഭൂമിയിലേക്ക് വീടുകയാ. എന്നെ കേൾക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരാ, തെറ്റ് ചെയ്തു പോയെങ്കിലും അല്ലാഹുവിന്റെ നരകത്തിൽ പോയി നിൽക്കുന്ന ബുദ്ധിമുട്ടോട്ടുണ്ട്. മായിസ് റളിയല്ലാഹു തആല ചോദിച്ചു വാങ്ങിച്ചതല്ലേ? ആ മരുഭൂമിയിൽ രക്തത്തിൽ കുളിച്ചു കിടക്കുമ്പോ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓടിച്ചെന്ന് മായിസ് റളിയല്ലാഹു തആല എന്നെ മടിയിലേക്ക് എടുത്തു വെച്ചു. പറയാതെ തുണ്ടുകളോടെ മായിസ് റളിയല്ലാഹു അൻഹുവിനോട് അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, അത്രേ മായിസേ, എന്താണ് മായിസേ? യാ റസൂലല്ലാഹ്, ഞാൻ എന്റെ ജീവിതത്തിൽ ഇത്രയേറെ നന്മകൾ
കാര്യങ്ങൾ ചെയ്തിട്ടും അങ്ങയുടെ ചാരത്ത് നിന്ന് നിസ്കരിച്ചിട്ടും മസ്ജിദ് നബവിയിൽ സ്ഥിരമായി വന്നിരുന്നിട്ടും അറിയാതെ പിശാചെന്നെ ചതിച്ചിട്ട് ഞാനൊരു തെറ്റുപോയി നബിയേ. ആ തെറ്റ് ഞാൻ അങ്ങയുടെ മുമ്പിൽ ഏറ്റുപറഞ്ഞ് അല്ലാഹു പറഞ്ഞ ശിക്ഷ ഞാൻ ഏറ്റുവാങ്ങിച്ചു. യാ റസൂലല്ലാഹ്, ഇതാ മായിസിന്റെ റൂഹ് വിട പറയാൻ പോവുകയാ. മായിസ് ഈ ലോകത്ത് നിന്ന് തിരിച്ചു പോകാൻ പോവുകയാ. അല്ലാഹുവിന്റെ മുമ്പിൽ നാളെ മായിസ് പോകുമ്പോ ഇതേ തെറ്റിന്റെ പേരിൽ അല്ലാഹുവിന്റെ അടുക്കൽ നിന്ന് ഞാൻ ശിക്ഷ മേടിക്കണോ നബിയേ? അതല്ല, ഈ ഏറുകൊണ്ട് എന്റെ ശരീരം ഇങ്ങനെ വേദനിക്കുമ്പോ ഞാൻ ചെയ്തു പോയ തെറ്റിന്റെ പ്രായശ്ചിത്തം ഇതുകൊണ്ട് മതിയാകുമോ? യാ റസൂലല്ലാഹ്, അപ്പോഴാണ് ഹബീബായ നബി തങ്ങൾ പറഞ്ഞത്, മായിസേ മായിസേ, ഇന്ന ഉമ്മത്തി ഹാദിഹി ഉമ്മത്തും മർഹൂമാ ലാ യുഅദ്ദിബുഹുമുല്ലാഹു ബിഅദാബൈ. എന്റെ സമൂഹത്തിനോട് അല്ലാഹു വലിയ കരുണ ചെയ്തിട്ടുണ്ട്. ഒരേ തെറ്റിന്റെ പേരിൽ 2 പ്രാവശ്യം അവരെ ശിക്ഷിക്കപ്പെടുകയില്ലെന്ന് റൂഹി ഫിദാ നബി മുഹമ്മദ് മുസ്തഫ. 2 പ്രാവശ്യം ശിക്ഷയില്ല. ചെറുപ്പക്കാരെ, ചെറുപ്പക്കാരികളെ, തെറ്റ് ചെയ്യാത്തവരാരുമില്ല. പക്ഷേ ചെയ്തു പോയ തെറ്റ് ഇവിടെ വെച്ച് പരിഹരിക്കപ്പെടുന്നതാണോ? അതല്ല, പടച്ചിറപ്പിന്റെ നരകത്തിൽ പോകുമ്പോ ആ നരകത്തെ ഏറ്റുവാങ്ങുന്നതാണോ ബുദ്ധി എന്ന് കരുത്. തൂബൂ ഇലല്ലാഹി തൗബതൻ നസുഹാ. അല്ലാഹുവിനോട് ആത്മാർത്ഥമായിട്ട് നിങ്ങൾ പശ്ചാത്തപിച്ചു മടങ്ങണേ. അല്ലാഹുവിനോട് ആത്മാർത്ഥമായിട്ട് പശ്ചാത്തപിച്ചു മടങ്ങണേ. മായിസ് റളിയല്ലാഹു അൻഹു മയ്യത്ത് നിസ്കരിക്കാൻ കൊണ്ടുവന്നു. ഹബീബായ നബി തങ്ങൾ ഇമാമത്ത് നിൽക്കാൻ പോകുമ്പോ മറുഭാഗത്ത് ഖാലിദ് റളിയല്ലാഹു അൻഹു നിൽക്കുന്നത് കണ്ടു. തന്റെ മായിസിനെ നെറ്റിത്തടത്തിലേക്ക് കല്ലെറിഞ്ഞിട്ട് ചിതറിത്തെറിച്ച ചോര മുഖത്ത് പറ്റിയപ്പോ അത് ഈർഷ്യതയോടെ ഛേ എന്ന് പറഞ്ഞ് തുടച്ചു കളഞ്ഞ ഖാലിദിനെ മയ്യത്ത് നിസ്കരിക്കാൻ കൈകെട്ടുമ്പോ അല്ലാഹുവിന്റെ റസൂൽ വിളിച്ചു, ഖാലിദേ. എന്തേ നബിയേ? മയ്യത്ത് നിസ്കരിക്കാൻ സഹാബത്തുകൾ അണിയണിയായി നിൽക്കുമ്പോ ഹബീബായ നബി തങ്ങൾ വിളിച്ചു, ഖാലിദേ ലബ്ബൈക വസഅദൈക യാ റസൂലല്ലാഹ്. എന്തേ നബിയേ? ഖാലിദേ ഇവിടേക്ക് വാ. ഖാലിദേ, കച്ചാത്തപിച്ചിട്ട് കല്ലേറുകൊണ്ട് ശരീരം ഛിന്ന ഭിന്നമായി ഷഹീദായി കിടക്കുന്ന മായിസ് എന്നെ മയ്യത്തിലേക്ക് ചൂണ്ടിയിട്ട് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ, ഖാലിദേ നിനക്കറിയോ, എന്റെ ഖാലിദിന് എന്റെ മായിസിന്റെ ശരീരത്തിൽ നിന്ന് രക്തം പുരണ്ടപ്പോ നീ അത് ഈർഷ്യതയോടെ തുടച്ചല്ലോ ഖാലിദേ. എന്റെ ഖാലിദേ നിനക്കറിയോ, ലക്കത്താപമായിസു ലക്കത്താപമായിസു ലക്കത്താപമായിസു. എന്റെ മായിസ് തെറ്റ് ചെയ്തെങ്കിലും അല്ലാഹുവിനോട് അവൻ തൗബ ചെയ്തതാണ്. ഖദ ഗഫറല്ലാഹു ലഹു. അല്ലാഹു എന്നെ മായിസിനെ ചെയ്ത തെറ്റ് പുറത്തു കൊടുത്തു. ഖാലിദേ, ഇപ്പൊ എന്റെ മായിസിന്റെ അവസ്ഥ നിനക്കറിയോ? അവൻ ചെയ്ത തൗബയുടെ പ്രതിഫലം അല്ലാഹു ഈ മക്കയിലെ 70 അവിശ്വാസികൾക്ക് വീതിച്ചു കൊടുത്താൽ ആ തൗബയുടെ പ്രതിഫലം കൊണ്ട് 70 അവിശ്വാസികൾ സ്വർഗത്തിലെത്തും. ഈ ഖാലിദേ എന്ന് പറഞ്ഞു കൊടുത്തു ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. അതുകൊണ്ട് സഹോദരങ്ങളെ, സഹോദരിമാരെ, ജീവിതത്തിൽ നാം ചെയ്തു പോയ തെറ്റുകളുടെ ആഴത്തെ കുറിച്ച് ബോധമുണ്ടാവുക. എന്നിട്ട് പടച്ചറപ്പിനോട് അത് തിരിച്ചു പറയുക. അങ്ങനെ നമ്മുടെ ജീവിതത്തിന് വിശുദ്ധി ഉണ്ടാവുക. നമ്മുടെ ജീവിതത്തിലുണ്ടായ എല്ലാ കറകളും അല്ലാഹുവിന്റെ മുമ്പിൽ കഴുകി വൃത്തിയാക്കുക. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഹബീബായ നബി തങ്ങൾ പറഞ്ഞൊരു മനുഷ്യൻ ഒരു തെറ്റ് ചെയ്യുമ്പോൾ അവന്റെ ഹൃദയത്തിൽ ഒരു കറുത്ത പുള്ളി വീടും. അങ്ങനെ തെറ്റ് ചെയ്ത് അവന്റെ ശരീരം മുഴുവന് കറുത്ത കളറായി മാറും. ആ അവസ്ഥക്കാണ് റാൻ എന്ന് പറയുക. കല്ലാ ബൽ റാന അലാ ഖുലൂബിഹിം മാ കാനൂ യക്സിബൂൻ. കല്ലാ ബൽ റാന അലാ ഖുലൂബിഹിം മാ കാനൂ യക്സിബൂൻ. അവരുടെ ഹൃദയം മുഴുവന് പാപം ചെയ്ത് കറുകറുത്തു പോയെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. നമ്മുടെ ഹൃദയം മുഴുവന് കറുത്ത് കറ പിടിച്ചിരിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിന് ശുദ്ധി നഷ്ടപ്പെട്ടു പോയി. അല്ലാഹുവേ, ഞങ്ങളുടെ ജീവിതത്തിന് നീ ശുദ്ധി വരുത്തണേ അല്ലാ. നീ ഞങ്ങളുടെ ഹൃദയത്തിന് ശുദ്ധി വരുത്തണേ അല്ലാ.
ഹൃദയം മുഴുവനും പാപം ചെയ്ത് കറുകറ് തിരിക്കുകയാണ്. അങ്ങനെ കറുത്തിരുന്നാൽ പിന്നെ വാള് പറഞ്ഞാൽ മനസ്സിലാവൂല. പിന്നെ ചരിത്രം കേട്ട അപ്പ കരയും, പക്ഷെ പിന്നെ അങ്ങോട്ട് തന്നെ പോകും. അതുകൊണ്ട് നമ്മുടെ പാപങ്ങളെ കുറിച്ച് ബോധമുണ്ടാവണം. ഞാൻ ചെയ്യുന്നത് തെറ്റാണ് എന്ന ബോധമുണ്ടാവണം. അള്ളാഹു ബോധം തരട്ടെ. രണ്ടാമത്തെ കാര്യം, എന്താണ് പാപം എന്ന് നിർവചിക്കണം. ഏതൊക്കെയാ പാപം? പാപങ്ങൾ ഏതൊക്കെയാ? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കള്ളു കുടിച്ചോ മാത്രമല്ല തൗബ ചെയ്യേണ്ടത്. ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറഞ്ഞേക്കാം, ഏതെങ്കിലും പാപങ്ങൾ പൊറുക്കപ്പെടാതെ ജീവിതത്തിൽ കടന്നാൽ കലിമ പറഞ്ഞല്ലി മരിക്കാൻ പറ്റൂ. ഉറപ്പാണ്. ഏതെങ്കിലും ഒരു പാപം പൊറുക്കപ്പെടാതെ കിടന്നാൽ, എന്തിനാ ഉസ്താദെ മരിക്കണതിന് മുമ്പ് തൗബ ചെയ്യണത്? ശുദ്ധി ഉണ്ടാവണത്. ശുദ്ധി ഇല്ല എങ്കിൽ രണ്ടപകടമുണ്ട്. എത്ര അപകടം? രണ്ടപകടം. ഒരപകടം ദുനിയാവിലാണ്, ഒരപകടം ആഖിറത്തിലേക്ക്. ആഖിറത്തിലെ അപകടം അവസാനം മരിക്കണ സമയത്ത് കലിമ പറയാൻ പറ്റൂല. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞിട്ട് മരിക്കൂല, ഉറപ്പ്. ഇനി ദുനിയാവിലെ അപകടം, ഏത് കച്ചവടം ചെയ്താലും രക്ഷപ്പെടൂല. ഏത് കച്ചവടം ചെയ്താലും രക്ഷപ്പെടൂല. കടം കൂടി വരികയുള്ളൂ. സമൂഹത്തിൽ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാവും. മഴയുണ്ടാവില്ല, നാട്ടിൽ മഴയുണ്ടാവില്ല. കഴിഞ്ഞ 100 വർഷത്തിന്റെ ഇടയിലെ ഏറ്റവും വലിയ വരൾച്ചയിലേക്കാണ് കേരളം നീങ്ങുന്നത്. കഴിഞ്ഞ 100 വർഷത്തിന്റെ ഇടയിൽ ഇത്രയും വലിയ വരൾച്ച കേരളത്തിൽ ഉണ്ടായിട്ടില്ല. വെള്ളം കിട്ടൂല. എന്താ കാരണം? ഭാരതപ്പുഴയും ചാലിയാറും പെരിയാറും തടംതല്ലിയാർ തുടങ്ങിയ വൃഷ്ടഭൂമിയായിരുന്ന മലയാള മണ്ണിൽ ഇന്ന് ഒരു തുള്ളി വെള്ളം കിട്ടാതെ പോവാൻ എന്താ കാരണം? ജയലളിത മുല്ലപ്പെരിയാർ അടച്ചു കെട്ടിയത് കൊണ്ടല്ല, കാവേരിയിലെ വെള്ളം കിട്ടാത്തത് കൊണ്ടും അല്ല, നമ്മുടെ കയ്യിലെടുപ്പ് ശരിയില്ലാത്തത് കൊണ്ടാണ്. നമ്മുടെ കയ്യിലെടുപ്പ് ശരിയാവാത്തത് കൊണ്ടാണ്. കേരളം കുറച്ചൊക്കെ ഭേദമായിരുന്നു. ഇപ്പൊ കേരളവും ഏറ്റവും മതപ്പതിച്ചു കഴിഞ്ഞു. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഞാനത് വിശാലമായി പറഞ്ഞു തന്നെ, സമയം കുറവുണ്ട്. കച്ചവടത്തിൽ പറക്കത്തുണ്ടാവില്ല. അപ്പോഴേ ചിന്തിച്ചോണം, പടച്ചോനെ ഞാൻ ചെയ്ത ഏതോ ഒരു പാപം പൊറുക്കപ്പെടാതെ കിടക്കുന്നുണ്ട്. കച്ചവടം കുറെ നടത്തി നോക്കി. പർദാ കച്ചവടം നടത്തി, പിന്നെ അത് ടെക്സ്റ്റൈൽസ് ആക്കി, പിന്നെ അത് ഹാർഡ്വെയർ ആക്കി, പിന്നെ അത് ഏറ്റവും അവസാനം കുഴിമന്തിയും റോസ്റ്റും ആക്കി. എന്നിട്ട് ഒന്നും രക്ഷപ്പെടണില്ല. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ഏതോ ഒരു തെറ്റ് പൊറുക്കപ്പെടാതെ. തെറ്റേതാന്ന് ഞാൻ പിന്നീട് പറയാം. ഞാൻ പറഞ്ഞെങ്കിൽ മനസ്സിലാവണുണ്ടോ? പ്രശ്നം ഉറപ്പാണ്. ഖുർആൻ ഇതൊന്നും ബാക്കവി പറയണല്ല. ഖുർആൻ. മഹാനായ ഹസൻ ബസ്രി റളിയല്ലാഹു തആല ഒരു ദിവസം സദസ്സിലിരിക്കുമ്പോ ഒരാൾ വന്നിട്ട് പറഞ്ഞു, മഹാനവറുകളെ, കച്ചവടം ചെയ്തിട്ട് കടം മാത്രമേ ഉള്ളൂ. ഈ കടം വീടാൻ എന്തെങ്കിലും ഒരു ദിക്ർ പറഞ്ഞു തരണം. ഇപ്പൊ തങ്ങളുടെ അടുത്ത് പോയിട്ടുള്ളൂ, തങ്ങളെ ആകെ പ്രശ്നമാണ്, ബുദ്ധിമുട്ടാണ്, എന്തെങ്കിലും ഒരു ദിക്ർ പറഞ്ഞു തരും. അപ്പൊ തങ്ങന്മാരൊക്കെ നമുക്കൊരു ദിക്ർ ഉസ്താദ്മാര് പറഞ്ഞു തരും. അതേപോലെ മഹാനായ ഹസൻ ബസ്രി റളിയല്ലാഹുവിന്റെ അടുക്കൽ പോയിട്ട് ഒരാൾ പറഞ്ഞു, മഹാനവറുകളെ, ജീവിതത്തിൽ വല്ലാത്ത കടമാണ്, പ്രയാസമാണ്, അത് മാറാൻ ഒരു ദിക്ർ പറഞ്ഞു തരും. മഹാനവറുകൾ പറഞ്ഞു, ഫഖുൽ അസ്തഗ്ഫിറുല്ലാഹ്, നീ ധാരാളമായിട്ട് അസ്തഗ്ഫിറുല്ലാഹൽ അദീം പറഞ്ഞോളി. ഇസ്തിഗ്ഫാർ ചൊല്ലിക്കോളിൻ. പാപങ്ങൾ പൊറുക്കുന്ന ദിക്റാണ് ഇസ്തിഗ്ഫാർ. ശിഷ്യന്മാർ ഇതൊക്കെ കണ്ടുകൊണ്ട് നിൽക്കാൻ. കുറെ കഴിഞ്ഞപ്പോ വേറൊരാൾ വന്നപ്പോ അയാൾ പറഞ്ഞു, മഹാനവറുകളെ, കല്യാണം കഴിഞ്ഞിട്ട് കുട്ടികളില്ല, എന്തെങ്കിലും ഒരു ദിക്ർ പറഞ്ഞു തരീൻ. അപ്പോഴും ഹസൻ ബസ്രി റളിയല്ലാഹു തആല പറഞ്ഞു, ഫഖുൽ അസ്തഗ്ഫിറുല്ലാഹ്, നീ നിന്റെ വീട്ടിലിരുന്നിട്ട് ധാരാളമായിട്ട് അസ്തഗ്ഫിറുല്ലാഹൽ അദീം പറഞ്ഞോളി. അയാളും പോയി. മൂന്നാമതൊരാൾ വന്നു. അയാൾ പറഞ്ഞു, മഹാനവറുകളെ, നാട്ടിൽ മഴ പെയ്യാതെ വലിയ വരൾച്ചയിലാണ്, എന്തെങ്കിലും ഒരു പ്രതിവിധി പറഞ്ഞു തരീൻ. അപ്പോഴും പറഞ്ഞു, ഫഖുൽ അസ്തഗ്ഫിറുല്ലാഹ്, നീ ധാരാളമായിട്ട് ഇസ്തിഗ്ഫാർ ചൊല്ലിക്കോളി. അയാളും പോയി. അപ്പൊ ഇത് കണ്ട ശിഷ്യന്മാർ ചോദിച്ചു, ഉസ്താദെ, 3 പേര് വന്നിട്ട് 3 രോഗമാണ് പറഞ്ഞത്, കൊടുത്ത മരുന്ന് ഒറ്റ മരുന്നാണ്. ഇത് നമ്മുടെ ഗവൺമെന്റ് ആശുപത്രിയിലെ മരുന്നുമാരോ ആയിപ്പോയല്ലോ എന്ന് ചോദിച്ചു. നമ്മുടെ നാട്ടിലെ താലൂക്ക് ഗവൺമെന്റ് ആശുപത്രി പോയാൽ ഏത് രോഗം പറഞ്ഞാലും ഒരു ചുമന്ന കുപ്പിയിൽ ഒരു ചുമന്ന മരുന്നുണ്ടത് തരും. എല്ലാം കുല്ലു ശിഫ. ഏത് ഗവൺമെന്റ് ആശുപത്രി പോയെങ്കിലും ഒരു ചുമന്ന മരുന്ന് കാണും. ഏത് രോഗം പറഞ്ഞാലും ഡോക്ടർ തരുന്ന മരുന്ന്. ഇത് അതുമാതിരി ആയിപ്പോയല്ലോ എന്ന് ചോദിച്ചു ശിഷ്യന്മാർ. അപ്പോഴാണ്
മഹാനായ ഹസൻ ബസ്രി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞത്, ഇത് ഞാൻ പറഞ്ഞ മരുന്നല്ല, ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനായ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് പഠിപ്പിച്ചു കൊടുത്ത ചികിത്സയാണ്. ഇത് ഖുർആന്റെ ചികിത്സയാണ്. ഖുർആൻ പഠിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. فقلت استغفروا ربكم إنه كان غفارا يرسل السماء عليكم مدرارا ويمددكم بأموال وبنين ويجعل لكم جنات ويجعل لكم أنهارا. മഹാനായ നൂഹ് നബി തന്റെ ജനങ്ങളോട് പറഞ്ഞു കൊടുത്തു, ജനങ്ങളെ ഇസ്തഗ്ഫിറൂ റബ്ബക്കും, അല്ലാഹുവിനോട് പാപമോചനത്തിനോട് ചോദിക്കണേ. ഇന്നഹു കാന ഗഫാറാ, അവൻ പാപങ്ങൾ മുഴുവനും പുറത്തു തരുന്നവനാ. നിങ്ങൾ ധാരാളമായിട്ട് ഇസ്തിഗ്ഫാർ ചൊല്ലിയാൽ ആകാശലോകത്ത് അല്ലാഹു നിങ്ങൾക്ക് മഴ വർഷിപ്പിച്ചു തരും. രണ്ടാമത് അല്ലാഹു നിങ്ങളെ സമ്പത്ത് നൽകി സഹായിക്കും, നിങ്ങളുടെ കടങ്ങൾ മാറും. 3 നിങ്ങൾക്ക് അല്ലാഹു സന്താനങ്ങളെ തരുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അപ്പോ ഓരോ സഹോദരങ്ങളോട് സഹോദരിമാരോട് കച്ചവടത്തിന് ബുദ്ധിമുട്ടുണ്ടോ, നാട്ടിൽ മഴയില്ലാതുണ്ടോ, മക്കളെ കിട്ടാതിരിക്കുന്നുണ്ടോ, ആദ്യം ചിന്തിക്കേണ്ടത് ഞാൻ ചെയ്ത ഏതോ ഒരു പാപം അല്ലാഹു പുറത്തു തന്നിട്ടില്ല, ആ പാപം പൊറുക്കപ്പെടാത്തത് കൊണ്ടാണ് ജീവിതത്തിന് ബറക്കത്തില്ലാത്തത്. അപ്പൊ പറയും, ഞാൻ വ്യഭിചരിച്ചിട്ടില്ല, ഞാൻ കള്ളു കുടിച്ചിട്ടില്ല, ഞാൻ പലിശ മേടിച്ചിട്ടില്ല, ഞാൻ കൊലപാതകം ചെയ്തിട്ടില്ല. അതുമാത്രമല്ല പാപമുള്ളത്. മഹാനായ അൽഖമാ റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബിയാ, മരിക്കുന്ന നേരത്ത് കലിമ പറയാൻ ശ്രമിച്ചിട്ട് നാവ് കുടഞ്ഞു പോയി. എന്താ കാരണം? ഉമ്മയെ വേദനിപ്പിച്ചിട്ടുണ്ട്, ഉമ്മയെ വേദനിപ്പിച്ചു എന്ന പാപം പൊറുക്കപ്പെടാതെ കിടന്നപ്പോ അൽഖമയ്ക്ക് കലിമ പറയാൻ കഴിഞ്ഞില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അപ്പൊ മാതാപിതാക്കളെ വേദനിപ്പിച്ചിട്ടുണ്ടോ, പാപമാണ്, പൊറുക്കപ്പെടണം. മനസ്സിലാകുന്നുണ്ടോ? എന്ത് ഈ പാപം പൊറുക്കപ്പെടണമെന്ന് തന്നെ വാപ്പാനും ഉമ്മാനെയും വേദനിപ്പിച്ചിട്ടുണ്ട്, പാപം പൊറുക്കപ്പെടാതെ കിടക്കുന്നുണ്ട്. മാതാപിതാക്കളെ വേദനിപ്പിക്കരുതേ. പത്തനംതിട്ട ജില്ലയിലെ അടൂർ നഗരത്തില് രാവിലെ മരം കോച്ചു പോലീസുകാര് സ്റ്റേഷനിൽ കൊണ്ടുപോയി. അമ്മയുടെ മക്കളെ വിളിച്ചു വരുത്തി. 8 മക്കളുണ്ടത്രേ. ആ മക്കള് സാധാരണക്കാരനല്ല, പെട്ടിക്കച്ചവടക്കാരനല്ല. ഒരാൾ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിലെ ജോലിക്കാരനാണ്. ഞാൻ ചിരിച്ചുപോയി. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ്. മറ്റൊരാള് കൃഷി ഡയറക്ടറാണ്. ഏറ്റവും നല്ല സാലറി വാങ്ങുന്ന ഗവൺമെന്റ് ജോലി വാങ്ങിച്ചു കൊടുത്ത ആ 8 മക്കളും ഒരേ സ്വരത്തിൽ പറഞ്ഞു, ഞങ്ങളുടെ അമ്മയെ ഞങ്ങൾക്ക് വേണ്ട. തെരുവിൽ കിടന്നിട്ട് വിറങ്ങലിച്ച് കിടക്കുന്ന അമ്മ. ആ പോലീസ് ഉദ്യോഗം ചോദിച്ചു, അത്ര അമ്മേ 8 മക്കളും ഒരേപോലെ വേണ്ടെന്ന് പറയാൻ നിങ്ങൾ എന്ത് തെറ്റാണ് മക്കളോട് ചെയ്തതെന്ന് ചോദിച്ചപ്പോ അമ്മ പറഞ്ഞ മറുപടി, സാറേ ഒരൊറ്റ തെറ്റേ ഞാൻ ചെയ്തിട്ടുള്ളൂ, അത് മറ്റൊന്നുമല്ല. 8 പ്രാവശ്യം മരണത്തിന്റെ വേദന സഹിച്ച് ഞാൻ ഈ 8 പേരെ പെറ്റൂന്നല്ലാതെ തെറ്റുപോലും ഞാൻ ചെയ്തിട്ടില്ലെന്ന് കേരളത്തിന്റെ അമ്മ മറുപടി പറഞ്ഞു അത്രേ. ഈ കാലഘട്ടത്തിലാണ് ഞാൻ വാതു പറയുന്നത്. മാതാപിതാക്കളുടെ മനസ്സിനെ അകാരണമായി വേദനിപ്പിച്ചിട്ടുണ്ടോ? വല്ലാഹി നീ എത്ര പൊന്തിയാലും മരിക്കുന്ന സമയത്ത് കലിമ പറയാൻ കഴിയില്ല. ആ പാപം പൊറുക്കപ്പെടാതെ കടന്നെങ്കിൽ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഭർത്താവിന്റെ മനസ്സ് വേദനിപ്പിച്ചിട്ടുണ്ടോ? ഭർത്താവ് അറിയാതെ വേറൊരു പെണ്ണുമായി ആണുമായി ബന്ധമുണ്ടോ? ഭാര്യ അറിയാതെ വേറൊരു പെണ്ണുമായി ബന്ധമുണ്ടോ? ഇത് പൊറുക്കപ്പെടണം. ഇതൊക്കെ പാപമാണ്. ഭർത്താവ് അറിഞ്ഞിട്ടില്ല, എന്നാ വേറൊരാളുമായിട്ട് ബന്ധമുണ്ട്, അതറിഞ്ഞ ഭർത്താവിന്റെ മനസ്സിന് വേദന ഉണ്ടാവൂലേ? നിങ്ങൾ കൈകൊട്ടിച്ചിരിക്കുവോ? എന്ത് മനസ്സിലായി? ഭർത്താവ് ഗൾഫിലാണ്, അല്ലെ ഭർത്താവ് ഇല്ല. നാട്ടിൽ വന്നപ്പോ ആളുകൾ പറഞ്ഞു ഭാര്യയെ കുറിച്ച്. അത് കേട്ടിട്ട് ഭർത്താവിന്റെ മനസ്സിന് വേദന ഉണ്ടായി. അത് പൊറുക്കപ്പെടണം പെങ്ങന്മാരെ. അത് പൊറുക്കപ്പെട്ടില്ലെങ്കിൽ വിഷയമാണ്. ഭർത്താവിന്റെ മനസ്സിനൊരു വേദന ഉണ്ടായാൽ ആ വേദന നമ്മൾ മാറ്റണം. ഒരിക്കൽ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ, ഉറക്കെ പറയുന്ന ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ
സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിന്റെ റസൂലിന്റെ മനസ്സ് വേദനിച്ചു. ആയിഷ ബീവി പൊട്ടിക്കരഞ്ഞു. തന്റെ ഭർത്താവ് പൊരുത്തപ്പെട്ടു കൊടുക്കുന്നവർ ചരിത്രൻ. ഒരിക്കൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഏറ്റവും ഇഷ്ടം ആയിഷ ബീവിയോടാണ്. എപ്പോഴും സഞ്ചരിക്കുന്ന ആയിഷ ബീവിയുടെ ഒട്ടകക്കെട്ടിലാണ് ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നത് ആയിഷ ബീവിയുടെ കൂടെയാണ്. എന്തുകൊണ്ട് അങ്ങനെ ചെലവഴിക്കാൻ കാരണം? ഇപ്പൊ നിങ്ങളോടൊരു ഹൈന്ദവ സഹോദരൻ ഒരു ക്രൈസ്തവ സഹോദരൻ ചോദിക്കുക, നിങ്ങളുടെ നബിക്ക് 11 ഭാര്യമാരുണ്ട്, എല്ലാ ഭാര്യമാരോടും തുല്യതയോടെ പെരുമാറണമെന്നല്ല നബിയങ്ങൾ പറഞ്ഞത്. എന്നിട്ടും ഏറ്റവും കൂടുതൽ ചെലവഴിച്ചത് ആരുടെ കൂടെയാണ്? ആയിഷ ബീവിയാണ്. ഏറ്റവും പ്രായം കുറഞ്ഞ ഭാര്യ, കന്യകയായ ഭാര്യ. അപ്പൊ അത് നബിതങ്ങൾ പറഞ്ഞതിന് വിരുദ്ധമല്ലേ എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് മറുപടി പറയും? പറയും. ആ പഠിപ്പിച്ചതിന് വിരുദ്ധമല്ലേ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് മറുപടി പറയും? ഒരാൾക്ക് ഈ ചോദ്യത്തിന് സാധ്യതയില്ലേ? അപ്പൊ എന്താ മറുപടി പറയാ? അങ്ങനെ മേപ്പോട്ട് നോക്കിയാൽ മതി, അപ്പൊ മറുപടി കിട്ടും. അതിനൊരു കാരണമുണ്ട്. ആ കാരണം മറ്റൊന്നുമല്ല, ആയിഷ ബീവി റളിയല്ലാഹു തആല പ്രസവിച്ചിട്ടില്ല. ബാക്കിയുള്ള ഭാര്യമാർക്ക് കഥ പറയാനും സങ്കടം വരുമ്പോൾ ആശ്വസിപ്പിക്കാനും അവരുടെ ജീവിതത്തിൽ താങ്ങായി തണലായി അവർക്ക് അവരുടെ മക്കളുണ്ട്. പക്ഷെ ആയിഷ ബീവിക്ക് മക്കളില്ല. ആശ്വസിപ്പിക്കാനും കഥ പറയാനും അല്ലാഹുവിന്റെ റസൂല് മാത്രമേ ഉള്ളൂ. ആ ഒരൊറ്റ കാരണം കൊണ്ടാണ് ഹബീബായ നബി തങ്ങൾ ആയിഷ ബീവിയുടെ കൂടെ സമയം കൂടുതൽ ചെലവഴിച്ചത്. ബാക്കിയുള്ളവർക്ക് മക്കളുണ്ട്, ആയിഷ ബീവിക്ക് മക്കളില്ല. അപ്പൊ എല്ലാത്തിനും ആരേ ഉള്ളൂ? ഞാനേ ഉള്ളൂ. അതുകൊണ്ടാണ് അവിടെ പോയത്, തമാശ പറഞ്ഞത്, മടിയിലെ തല വെച്ച് കിടന്നത്, ഓട്ട മത്സരം നടന്നത്. മദീനയിൽ പോയാൽ ഒരു പള്ളി കാണാം, മസ്ജിദ് സബക്. ആ പള്ളിയുടെ പേര് മസ്ജിദ് സബക് എന്നാണ്. മത്സരം നടന്ന പള്ളി. എന്ത് മത്സരം? ISL നടന്ന എന്ത് മത്സരം? കേരള ബ്ലാസ്റ്റേഴ്സും അത്ലറ്റിക്കോട് ഈ കൊൽക്കട്ടയും തമ്മിൽ ഫൈനൽ നടന്ന സ്ഥലമല്ല. അവിടെ ഒരു പള്ളിയുണ്ട്, മസ്ജിദ് സബക്. ഞാൻ കുറെ നേരം കൊണ്ട് ചിന്തിക്കുന്നുണ്ട് മൈക്കിന് എന്ത് പറ്റി. ആദ്യ മൈക്ക് നല്ല മൈക്കായിരുന്നു, പിന്നെ അതിന്റെ കോയിൽ പോയി നടിക്കും. കുറച്ചുകൂടി ബേസ് കൊണ്ട് ബേസ്. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ശരിയായില്ല സല്ലല്ലാഹു അലൈഹി വസല്ലമ മത്സരം നടത്തിയ പള്ളിയാണ്. ഏത് മത്സരം? ആയിഷ ബീവിയായിട്ട് ഓട്ട മത്സരം നടത്തി. ആദ്യ മത്സരം നടന്നു, ആയിഷ ബീവി നബി തങ്ങളെ തോൽപ്പിച്ചു. പിന്നീട് ആയിഷ ബീവി പറയാവലം മസ്ദാദ ലഹ്മി, എന്റെ ശരീരത്തിൽ കുറച്ച് ഇറച്ചിയൊക്കെ വെച്ചു, എനിക്ക് തൂക്കം കൂടി, വണ്ണം കൂടി. എന്ത് രസമാ കേൾക്കാൻ. വലം മസ്ദാദ ലഹ്മി, എനിക്കൊരൽപ്പം ഇറച്ചിയൊക്കെ വെച്ചു, എനിക്കൊരൽപ്പം വണ്ണം കൂടി. അത് കണ്ടപ്പോ നബി ഞങ്ങൾ പറഞ്ഞു, ആയിഷ ഇന്ന് നമുക്കൊന്ന് ഓടിയാലോ? അന്ന് ആയിഷ ബീവിക്ക് വണ്ണം കുറവാണ്, അപ്പൊ തോപ്പിച്ചു. വലമ്മസ്ദാദ ലഹ്മി, എന്റെ ഇറച്ചി കൂടിയപ്പോ വീണ്ടും ഞാൻ നബിയും കൂടെ ഓടി, ഞാൻ തോറ്റുപോയി. വണ്ണം കൂടി കൊണ്ട് ഓടാൻ പറ്റിയില്ല. മസ്ജിദ് സബക്. ഭാര്യയും ഭർത്താവും തമ്മിൽ ഇങ്ങനെ ചില കെമിസ്ട്രിയൊക്കെ ഉണ്ടാവണം. വല്ലപ്പോഴും ഒരു ഓട്ട മത്സരമൊക്കെ നടത്തണം വീടിന്റെ മുറ്റത്ത്, ആരും കാണാതെ. അയലോക്കങ്കാർ കാണരുത്, കണ്ടാ തെറ്റിദ്ധരിക്കും. സുന്നത്തൻ. അള്ളാഹുവിന്റെ റസൂൽ ആയിഷ ബീവിയുടെ മടിയിൽ തലവറച്ച് വർത്താനം പറഞ്ഞിരുന്നു, കടങ്കഥ പറഞ്ഞിരുന്നു, ചോദ്യം ചോദിച്ചിരുന്നു. ഇതൊക്കെ സുന്നത്താണ്. തൊപ്പി വെക്കൽ മാത്രമല്ല സുന്നത്ത്. നീ വലിയ അവറുകളായിട്ട് ഇങ്ങനെ അങ്ങ് നടന്നാ പോരാ. ഞാൻ ആരാ? ഞാൻ വലിയ അവറുകളാണ്. ഒരു വെള്ള മുണ്ട് കൊടുത്ത് വെള്ള ഷർട്ട് ഇട്ട് കതറൊക്കെ മുക്കി അത് പശയൊക്കെ മുക്കിയിട്ട് അവൻ ഏതു സമയത്ത് ഒരു ഐഫോൺ ഇങ്ങേച്ച വീട്ടില് മറ്റൊരു ഗാലക്സി S7 ഇവിടെ. ഹലോ DCC പ്രസിഡന്റ് അല്ലേ, സെക്രട്ടറി അല്ലേ? ഇത് പറയണ കേട്ടാ ഓർക്കും ഇവനെന്തോ ലോകത്തെ ഏറ്റവും വലിയ ആളാണ് എന്നും പറഞ്ഞിട്ട് അങ്ങനെ നാട്ടിൽ കൂടെ നടന്നാ പോരാ. ഭാര്യമാരുടെ അടുത്ത് പോയിരിക്കണം, സമയം കൊടുക്കണം അവർക്ക്. സന്ധ്യയാകുമ്പോ വീട്ടിൽ എത്തണം, അവരോട് സംസാരിക്കണം. അല്ല നീ വലിയ ആളായിട്ട് നടന്നാ പോരാ. മസ്താൻ എങ്ങനെ നോക്ക്, നോക്ക്. നീ അങ്ങോട്ടും ഇങ്ങോട്ടും ദുബൈ പോയി നടന്നാ പോരാ, ഭാര്യമാരുടെ അടുക്കൽ പോയിരിക്കും. ഇത് അവിടെ നിന്ന് വരുമ്പോൾ കുറെ ആളുകൾ ഓരോ ടാങ്കിന് ഇടവും കൊടുത്തു വിടും. അത് ദുനിയാവ് മുഴുവൻ കൊണ്ടേ കൊടുത്തിട്ട് വരുമ്പോൾ തിരിച്ചു പോകാൻ സമയമാവും. അങ്ങനെയല്ല, അവരോട് കൂടെ വർത്താനം പറയണം. അള്ളാഹുവിന്റെ റസൂലും മടിയിലെ തല വെച്ച് വർത്തമാനം അല്ലാഹു അലൈഹി വസല്ലം
എന്റെ ഒരു അഭിപ്രായം എന്താ അറിയോ, വീടിന്റെ മുമ്പിൽ ഒരു കുറച്ച് മിറ്റം വേണം, ആ മിറ്റത്തിന്റെ സൈഡിൽ കുറച്ച് പുൽത്തകടിയൊക്കെ വേണം. രാത്രിയിൽ മക്കളൊക്കെ കിടന്നുറങ്ങി, അമ്മായിയപ്പനും അമ്മായിയമ്മയൊക്കെ ഉറങ്ങി, ഭാര്യയും ഭർത്താവും കൂടി പോയി രാത്രിയിൽ പോയി ആ പുല്ലിന്റെ മുകളിൽ ഇരുന്ന് അവര് പരസ്പരം കുറച്ചു നേരം വർത്താനൊക്കെ പറയണം. വല്ലപ്പോഴൊക്കെ, എന്നുമല്ല വല്ലപ്പോഴും ഒക്കെ. അള്ളാഹു തൗഫീഖ് തരട്ടെ. അങ്ങനെയുള്ള വീടൊക്കെ വെക്കണം കേട്ടോ. എന്റെ അഭിപ്രായം അതാണ്. എന്റെ അഭിപ്രായത്തിനോട് യോജിക്കാം വിയോജിക്കാം. ഒരു ചെറിയ വീടാണ്, എന്നാലും ഇവിടെ ഒരു ചെറിയ സ്ഥലത്ത് കുറച്ച് ചെടിയൊക്കെ നട്ട്, പുല്ലില്ല, നമ്മൾ തന്നെ കുറച്ച് ചെടിയൊക്കെ നട്ട് അവിടെ പോയി ഭാര്യയും ഭർത്താവും കൂടി അവിടെ പോയിരുന്ന്, മക്കളൊക്കെ ഉറങ്ങി, അമ്മയൊക്കെ ഉറങ്ങി, ഭാര്യയും ഭർത്താവും കൂടെ അവിടെ പോയിരുന്നു കുറച്ചു നേരം വർത്താനം പറഞ്ഞു, അവങ്ങൾക്ക് വലിയ സന്തോഷമാവും. പക്ഷെ ഭാര്യയും ഭർത്താവും ഒന്നിച്ചിരുന്ന് അവിടെ നിന്ന് വർത്താനം പറയുമ്പോൾ ഈ അമ്മായിയമ്മ എന്ന് പറയുന്ന സാധനം ഇങ്ങനെ മതിലിന്റെ മുകളിൽ കൂടെ ഓന്തു നോക്കുമ്പോൾ ഒളിഞ്ഞു നോക്കരുത്. ഭാര്യയും ഭർത്താവും കൊണ്ട് അവിടെ നിന്ന് പറയാ, ഇതിപ്പോ ഇവൾ എന്താ ഇവന്റെ വെച്ചൂല. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതൊക്കെ ചെയ്യാറുണ്ടായിരുന്നു. അള്ളാഹുവിന്റെ പ്രവാചകന്റെ ഭാര്യമാരുടെ ഇടയിൽ അങ്ങനെ ചില സംസാരങ്ങൾ ഉണ്ടായിരുന്നു. ഒരിക്കൽ അള്ളാഹുവിന്റെ റസൂല് 11 ഭാര്യമാരെയും വിളിച്ചുകൂട്ടി അടുത്തിരുത്തി. എന്താ നബി എല്ലാരെയും കൂടെ വിളിച്ചത്? എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 12 ഭാര്യമാരുണ്ടായിരുന്ന ഒരാളുടെ ജീവിതത്തിൽ അദ്ദേഹം അനുഭവിച്ച ദുഃഖത്തിന്റെ ഒരു കഥ പറഞ്ഞു കൊടുത്തു. 11 ഭാര്യമാരെയും കൂട്ടി അടുത്തിരുത്തി. എന്നിട്ട് ബനു ഇസ്രായേലുള്ള 12 ഭാര്യമാരുള്ള ഒരാൾ, അയാൾ അനുഭവിച്ച ത്യാഗവും ബുദ്ധിമുട്ടും നബി ഞങ്ങൾ പറഞ്ഞു കൊടുത്തു. അപ്പൊ ആയിഷ ബീവി ചോദിച്ചു, നബി ഇതിപ്പോ എന്തിനാ ഞങ്ങളോട് പറയണം? അപ്പൊ അല്ലാഹുവിന്റെ റസൂൽ ചുമ്മാ പറഞ്ഞാണ്. ഇതാണ് മുത്ത് റസൂൽ, ഇതാണ് മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതേപോലെ ഒരു ദിവസം ഹഫ്സ റളിയല്ലാഹു അൻഹാ ആയിഷ ബീവിയോട് പറഞ്ഞു, ഹഫ്സ, നമുക്ക് അല്ലാഹുവിന്റെ റസൂലിനെ നമുക്കൊന്ന് പറ്റിക്കാം ഹഫ്സ. എന്താണ് പറ്റിക്കാൻ? അവർ രണ്ടുപേരും കൂടെ ചെറിയൊരു ഉപായം പ്ലാൻ ചെയ്തു. ഞാനത് പറഞ്ഞുതരാം, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇൻഷാ അല്ലാഹ് ഈ പരിപാടിയുടെ വിജയത്തിനു വേണ്ടി സംഘാടകർ ഒരു ബക്കറ്റുമായിട്ട് ഇങ്ങോട്ട് മുമ്പിൽ വരും. എല്ലാവരും ഒരു കാര്യമായ ഒരു സംഖ്യ പരിപാടിയൊക്കെ അനൗൺസ്മെന്റ് ചെയ്തു. നോട്ട് നിരോധനം വന്നു. ആ നോട്ട് നിരോധനത്തിന്റെ ഇടയിൽ സംഘാടകർക്ക് സാമ്പത്തികമായി വലിയൊരു പ്രയാസമുണ്ട്. പ്രസന്റ് ചെയ്ത് പഠിക്കണം. എന്നിട്ട് പ്രസിഡന്റ് ആദ്യം ബിസ്മില്ലാഹ് ഉദ്ഘാടനം ചെയ്യാം. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അപ്പോ എന്താ പറഞ്ഞേ? അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. എല്ലാവരും ഒരു നല്ല സദഖ അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാ. ഏതാഗ്രഹത്തോടെ ഈ സദഖ ചെയ്യുന്നുവോ അവരെ ഹലാലായ മുറാദുകളെ ഹാസിലാക്കണേ തമ്പുരാനെ. രോഗങ്ങളുണ്ടെങ്കിൽ ശിഫയാക്കണേ അല്ലാ, പ്രയാസങ്ങൾ മാറ്റണേ അല്ലാ, ബുദ്ധിമുട്ടുകൾ അവസാനിപ്പിക്കണേ അല്ലാ. ബിഹഖി സയ്യിദിനാ മുഹമ്മദിൻ വഅലിഹി വസഹ്ബിഹി അജ്മഈൻ. ബക്കറ്റ് കൊണ്ടു. ഹഫ്സ റളിയല്ലാഹു തആല പറഞ്ഞു, ആയിഷ, ഇന്നത്തെ ദിവസം ആയിഷ ബിവിയുടെ നിന്റെ ഒട്ടകക്കെട്ടിൽ ഞാൻ കയറിയിരിക്കാം, എന്റെ ഒട്ടകക്കെട്ടിൽ നീ കയറിയിരിക്കുക. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നിട്ട് നിന്റെ ഒട്ടകക്കെട്ടിലാന്ന് പറഞ്ഞ് കയറുമ്പോ അവിടെ ഞാനാണ്. നബിയെ നമുക്ക് ചെറുതായിട്ടൊന്ന് പറ്റിക്കാം എന്ന് പറഞ്ഞു ഹഫ്സ റളിയല്ലാഹു അൻഹ. ഇവിടെ സഹോദരിമാര് കൂടുതലാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഒന്നും പറഞ്ഞില്ലെന്നുള്ള പരാതി വേണ്ട, ശ്രദ്ധിച്ചു കേൾക്ക്. അങ്ങനെ മഹദിയായ ഹഫ്സ റളിയല്ലാഹു അൻഹ ആയിഷ ബീവിയുടെ ഒട്ടകക്കെട്ടിൽ കയറി. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ യാത്ര പോവാൻ ആയിഷ ബീവിയുടെ കട്ടിലോട്ട് കയറിയപ്പോ ഫൈദാ ഹിയ ബിഹഫ്സ, അവിടെ മഹദിയായ ഹഫ്സ ബീവി ഇരിക്കുകയാ. ഹഫ്സ റളിയല്ലാഹു തആല സലാം പറഞ്ഞു. അല്ലാഹുവിന്റെ റസൂൽ മനസ്സിലായി അവര് തന്നെ കബളിപ്പിച്ചതാണ്. പിന്നെ ഹബീബായ നബി തങ്ങളൊന്നും മിണ്ടിയില്ല. യാത്ര തുടർന്ന് രാത്രിയായപ്പോ ആ യാത്രയ്ക്ക് വേണ്ടി മരുഭൂമിയിൽ തമ്പടിച്ചു. ആയിഷ റളിയല്ലാഹു തആല വേറൊരു ഒട്ടകക്കെട്ടിലിരിക്കുന്നുണ്ട്. മഹദി അവറുകൾ രാവിലെ ഉറക്കമെഴുന്നേറ്റപ്പോ
ഹബീബായ നബി തങ്ങൾ ഉറക്കത്തിൽ എഴുന്നേറ്റ് വരുമ്പോ അള്ളാന്റെ റസൂലിനെ ഒന്ന് കളിയാക്കാൻ ഹബീബായ നബിയുടെ നേരെ നോക്കിയിട്ട് ഹബീബായ നബി തങ്ങൾ എഴുന്നേൽക്കുകയാണ്. ആയിഷ ബീവി എഴുന്നേറ്റ് പോയി അള്ളാന്റെ റസൂലിന്റെ മുമ്പിൽ പോയിട്ട് നബിയെ കബളിപ്പിച്ചല്ലോ നബിയെ എന്ന ഒരു ഭാവത്തിന് തന്നെ മുഖത്തേക്ക് നോക്കുമ്പോ അള്ളാന്റെ റസൂലിന്റെ മുഖത്ത് വല്ലാത്ത വിഷാദഭാവമാ. അള്ളാന്റെ റസൂലിന്റെ മുഖത്ത് വല്ലാത്ത ദുഃഖമുണ്ട്. ആയിഷ ബീവി റളിയല്ലാഹു തആലയ്ക്ക് സങ്കടമായി. അതേവരെയുള്ള കളിതമാശ മാറി, അതേവരെയുള്ള വിനോദം മാറി. തന്റെ പ്രിയപ്പെട്ട ഭർത്താവായ ഹബീബായ നബി തങ്ങളുടെ മുഖത്ത് വല്ലാത്ത ദുഃഖത്തിന്റെ കാളിമ കണ്ടപ്പോ ആയിഷ ബീവി സങ്കടപ്പെട്ടു പോയി. അല്ലാ, ഇന്നലെ ഞാൻ കാണിച്ച ഒരു കുസൃതി കാരണത്താൽ എന്റെ ഭർത്താവിന്റെ മനസ്സിന് വിഷമമില്ല എന്നുള്ള ബോധ്യം വന്നപ്പോ ആയിഷ ബീവിക്ക് തെറ്റ് മനസ്സിലായി. ഇദ്ഹർ പുൽക്കൂട്ടങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന പുൽക്കൂട്ടത്തിന്റെ ഇടയിലേക്ക് തന്റെ കാലുകൾ ഇറക്കി വെച്ചിട്ട് ആയിഷ ബീവി പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു, അത്രേ അല്ലാഹുവേ, ആയിഷ ചെയ്ത ഒരു കുസൃതി എന്റെ ഭർത്താവിന്റെ മനസ്സ് ഞാൻ വേദനിപ്പിച്ചത് കൊണ്ട് ഇദ്ഹർ പുൽക്കൂട്ടത്തിന്റെ ഉള്ളിൽ നിന്നൊരു പാമ്പോ തേളോ കടന്നു കാരണക്കാരിയായപ്പോ ആ പ്രിയപ്പെട്ട ഭർത്താവിന്റെ ദുഃഖമോത്ത് പൊട്ടിക്കരഞ്ഞ ആയിഷ ബീവി അവസാനം കുറച്ചു നേരം തോളിലൊരു ഘട്ടം കണ്ട് തിരിഞ്ഞു നോക്കുമ്പോ അള്ളാന്റെ റസൂലാണ് ആയിഷ എഴുന്നേക്കുമോളെ എന്ന ഹബീബായ നബി തടികിത്തലോട് തന്റെ നെഞ്ചിലോട് ആയിഷ റളിയല്ലാഹു അൻഹയെ പോലെ സമയത്തിന്റെ പരിമിതി കൊണ്ട് ഞാൻ ഓർമ്മിപ്പിക്കട്ടെ, നമ്മൾ ചെയ്യുന്ന ഭാര്യമാരെ മനസ്സ് വേദനിപ്പിക്കുക, ഇതൊക്കെ ജീവിതത്തിൽ അല്ലാഹു ഇഷ്ടപ്പെടാത്ത പാപങ്ങളാണ്. ആ പാപങ്ങളിൽ ഏതെങ്കിലും ഒന്ന് പൊറുക്കപ്പാൻ വല്ലാഹി ദുനിയാവിൽ നിന്ന് സന്തോഷത്തോടെ വിട പറയാൻ കഴിയില്ല. നമ്മുടെ ആഖിബത്ത് നന്നാവില്ല. നമ്മുടെ ആഖിബത്തിന് തടസ്സമായി നിൽക്കുന്ന, നമ്മുടെ ആഖിബത്ത് നന്നാവാ തടസ്സമായി നിൽക്കുന്ന എല്ലാ വടികൾ നല്ല അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ോട് സഹോദരിമാരോട് ഈ വിഷയത്തിന്റെ പരിസമാപ്തി കുറിച്ചുകൊണ്ട് ഈ വിനീതന് പറയാനുള്ളത്, തെറ്റ് ചെയ്യാത്തവര് വളരെ കുറവാ. ആ തെറ്റുകളൊക്കെ തെറ്റുകളാന്ന് മനസ്സിലാക്കി പിന്നെ ദാമത്തി മുക്കിലി ചെയ്തു പോയ എല്ലാ പാപങ്ങളും അല്ലാഹുവേ ഇനി ഞാൻ ജീവിതത്തിൽ ചെയ്യില്ല എന്ന് ഉറപ്പ് വെച്ച് അല്ലാഹുവിലേക്ക് തിരിച്ചു മടങ്ങുക. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഒരു അനിവാര്യമായ മാറ്റത്തിന് നമ്മൾ തയ്യാറെടുക്കുക. ആ മാറ്റത്തിന് വേണ്ടി നമ്മുടെ ഹൃദയത്തെ സജ്ജീകരിക്കുക. എല്ലാവരും ഉറക്ക ഒരു 3 സ്വലാത്ത് ചൊല്ലുക. ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് ഈ ജീവിതത്തിൽ ഈ ഹദ്ദാദ് നഗറിൽ ഒരുമിച്ചിരിക്കുമ്പോ നമ്മുടെ ഹൃദയത്തിൽ വിദ്വേഷം വേണ്ട, നമുക്ക് പകകൾ വേണ്ട, നമുക്ക് തെറ്റിനോടുള്ള അഭിവാഞ്ച വേണ്ട. അല്ലാഹുവേ, ചുരുക്കകാലം നീ ഞങ്ങൾക്ക് ആയുസ് നൽകുമ്പോ ഞങ്ങളിൽ ആദ്യമാരാണ് മണ്ണിലേക്ക് പോകുന്നതെന്നറിയില്ല, ആരാണ് കബറടക്കപ്പെടുന്നത്
നടക്കുന്നതെന്നറിയില്ല, ആരുടെ മയ്യത്ത് നിസ്കാരമാണ് ആദ്യം നിർവഹിക്കുന്നതെന്നറിയില്ല. എന്തിനാണ് മോനെ ഈ മത്സരം? എന്തിനാണ് ഈ വിഭാഗീയത? എന്തിനാ? ഓരോ സംഘടനകളും ഓരോ പാർട്ടികളും ഓരോ മഹല്ലുകളും ഓരോ വിഭാഗങ്ങളും ഒക്കെ ജഹുസമൂഹത്തിന് സ്വാഭാവികമാ. പക്ഷെ അതിനൊക്കെ അപ്പുറം നമ്മളെല്ലാവരും ഒന്നല്ലയോ? നമ്മുടെ കിബില ഒന്നല്ലയോ? നമ്മുടെ റസൂൽ ഒന്നല്ലയോ? നമ്മുടെ ഖുർആൻ ഒന്നല്ലയോ? നമ്മൾ പറയുന്നതെല്ലാം അല്ലാഹു അക്ബർ എന്നല്ലയോ? പിന്നെ എന്തിനാണ് ഈ പരസ്പരമുള്ള മത്സരങ്ങൾ? പിന്നെന്തിനാണ് പരസ്പരമുള്ള അകൽച്ചകൾ? അവസാനം എന്തൊക്കെ പറഞ്ഞാലും ഞാനൊന്ന് ചോദിക്കട്ടെ, നിങ്ങൾ മുസ്ലിം ലീഗുകാരനാണെങ്കിലും INL-കാരനാണെങ്കിലും കമ്മ്യൂണിസ്റ്റുകാരനാണെങ്കിലും കോൺഗ്രസ്സുകാരനാണെങ്കിലും നമ്മളെല്ലാവരും ഒന്നിച്ചു നിൽക്കുന്നൊരു ദിവസമുണ്ട്. ആ ദിവസം ഏതെന്നറിയോ? ഈ പള്ളിയുടെ മുറ്റത്ത് മരിച്ചവന്റെ കൂടപ്പുറപ്പിന്റെ മയ്യത്ത് കൊണ്ടുവന്ന് വെക്കുമ്പോ അതിന്റെ പുറകിൽ നിൽക്കുമ്പോ നമ്മളൊക്കെ ഒന്നിച്ചു പറയുന്നൊരു വാക്കേതാ? ഇന്നലെ വരെ എന്റെ കൂടെ കലഹിച്ച് നടന്നവൻ, ഇന്നലെ വരെ എന്റെ മറുഭാഗത്ത് നിന്നവൻ, അവൻ ഇന്ന് വിട പറയുന്നു. അല്ലാഹുവേ, ആറടി മണ്ണിലേക്ക് പോകുന്ന സമയത്ത് മനസ്സിൽ നമുക്ക് ദുഃഖം വരാൻ പറ്റുമോ? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഹദ്ദാദ് നിവാസികളോട്, എന്റെ പ്രിയപ്പെട്ട ഞാനിത് പറയുന്നത് മനസ്സിൽ തൊട്ടിട്ടാണ്. കാസർഗോഡ് ജില്ലയിൽ ഈ വിനീതൻ പ്രഭാഷണത്തിന് വരുമ്പോ ഏതാണ്ട് ആദ്യം തന്നെ ഞാൻ വന്ന് സംസാരിച്ചു പോയൊരു നാടാണിത്. പക്ഷെ ഇപ്പൊ ചില വാക്കുകളൊക്കെ കേൾക്കുമ്പോ, ചില വാർത്തകൾ കേൾക്കുമ്പോ വല്ലാഹി നിങ്ങളുടെ ഒരു സഹോദരന രീതിയിൽ മനസ്സിൽ വിഷമം തോന്നാറുണ്ട്. എന്റെ പ്രിയപ്പെട്ട ഹദ്ദാദുകാരെ, ഒരൊറ്റ വാക്ക് ഞാൻ പറയട്ടെ. അലൈക്കുമൽ ജമാ, അലൈക്കുമൽ ജമാ, അലൈക്കുമൽ ജമാ. നിങ്ങൾ നിങ്ങളുടെ ജമാഅത്തിനെ മുറുകെ പിടിക്കണേ. ഹബീബായ നബി തങ്ങൾ പറഞ്ഞത് നിങ്ങൾക്ക് യോജിക്കാൻ കഴിയണോ? അത് നിങ്ങളുടെ ജമാഅത്തിന്റെ കീഴിൽ യോജിക്കാൻ കഴിയണേ. അലൈക്കുമൽ ജമാ, നിങ്ങൾ തമ്മിൽ യോജിക്കാൻ കഴിയണേ. ആ യോജിക്കാൻ കഴിയുന്ന പൊതു സംവിധാനമാണ് ജമാഅത്ത്. ഒറ്റതിരിഞ്ഞ് നടക്കുന്ന ആടിനെയാണ് ചെന്നായ ആക്രമിക്കുക. നമ്മുടെ ശരീരത്തിന് നേരെ ശത്രുക്കൾ ഒന്നിക്കുമ്പോ, നമ്മുടെ ദീനിന് വേണ്ടി ശത്രുക്കൾ ഒന്നിക്കുമ്പോ, മുസൽമാന് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകുമ്പോ ഇപ്പോഴും നമ്മൾ മൈക്ക് കെട്ടിയിട്ട് തെറി പറയേണ്ടവരാണോ? നമ്മൾ പരസ്പരം ചെളിവാരി എറിയേണ്ടവരാണോ? ഒന്നിച്ചൊന്നായി ചേർന്ന് നിന്ന് അല്ലാഹുവേ, മരിക്കുന്നത് വരെ ഞങ്ങളൊന്നാണ്. അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി ഒന്നിക്കാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ എന്നാണ് നമുക്ക് ഒന്നിക്കാൻ കഴിയുക? പണത്തിന് വേണ്ടി വേണ്ട, പദവിക്ക് വേണ്ടി വേണ്ട. പണം എവിടെ സഹോദരാ? 20,000 കോടി രൂപ ബാക്കി വെച്ച പെണ്ണാണ് ജയലളിത പോയി കിടന്നത് 6 അടി മണ്ണിലാണ്. നീ കുറെ കോടികൾ ഉണ്ടാക്കിയിട്ടത് തട്ടിച്ചിട്ടാകട്ടെ, വെട്ടിച്ചിട്ടാകട്ടെ, നേരായ മാർഗത്തിലാകട്ടെ, കുറെ പച്ചനോട്ടിന്റെ തിളക്കമുണ്ടായിട്ട് കാര്യമെന്താ? കാര്യമെന്താ നിനക്കുള്ളത്? കബറിൽ പോയി കിടക്കേണ്ട ശരീരമല്ലേ? നാളെ മരിച്ചു പോയിട്ടവന്റെ മയ്യത്തിന്റെ മുമ്പിൽ വിങ്ങിപ്പൊട്ടാനല്ല, മരിച്ചു കിടക്കുന്നവനെ നിന്നോടെന്ത് ശത്രുത? നിന്നോടെന്ത് ശത്രുത? നിന്നോടെന്ത് ശത്രുത? നിങ്ങളെല്ലാവരും അയൽപക്കക്കാരാണ്, നിങ്ങൾ കുടുംബ ബന്ധക്കാരാണ്, നിങ്ങൾ പരസ്പരം ചേർന്നിരിക്കേണ്ടവരാണ്. നാളെ ഒരു വാർത്ത കേട്ടിട്ട് കരഞ്ഞിട്ട് കാര്യമുണ്ടോ? സുനാഹി സ്പറുമേ ക്യാ ഈദ് ഹോ രഹി ഹേ മരന വാലെ ജാത്തെ ഹേ കപ്പടേ ബദൽ ബദൽ കർ. രാവിലെ ഉറക്കത്തിൽ എഴുന്നേറ്റപ്പോ എന്റെ തൊട്ടടുത്ത കൂട്ടുകാരൻ, അവൻ എന്റെ എതിരാളിയാണ്, അവൻ എന്റെ ശത്രുപക്ഷത്തുള്ളവനാണ്. അവന്റെ വീട്ടിൽ നീലട്ടാർപ്പായ വലിച്ചു കെട്ടിയിട്ടുണ്ട്. ആളുകൾ കൂട്ടം കൂടി നിൽക്കുന്നുണ്ട്. വന്നവരുടെ കയ്യിൽ വെള്ള വസ്ത്രങ്ങൾ ഇരിക്കുന്നുണ്ട്. ഞാൻ കണ്ണു തിരുമ്മി നോക്കി, എന്ത് പറ്റിപ്പോയി? ക്യാ ഈദ് ഹോ രഹി ഹേ? അവിടെ പെരുന്നാളിന്റെ ആഘോഷമാണോ? അതല്ല അവന്റെ കല്യാണത്തിന്റെ ദിവസമാണോ? ഇന്നലെ വരെ കണ്ടവനവൻ എന്നോട് പറഞ്ഞില്ലല്ലോ. അടുത്തടുത്ത് ഞാൻ അയൽവക്കത്തെ വീട്ടിൽ പോയപ്പോഴാണ് ചിത്രം വ്യക്തമായത്. അവിടെ കല്യാണത്തിന്റെ
വിവാഹത്തിന്റെ ഒരുക്കമല്ല. വന്നു നിൽക്കുന്നവന്റെ കയ്യിലുള്ള പൂമാലയും വസ്ത്രവും പുതുമണവാട്ടിക്ക് കൊടുത്തതല്ല. പിന്നെ എന്താണ് ഇവിടെ സംഭവിച്ചത്? മർണവാല ജാതേ കപ്പടേ ബദൽ ബദൽ കർ. എന്റെ കൂട്ടുകാരൻ മരിച്ചു കിടക്കുകയാണ്. എന്റെ കൂട്ടുകാരൻ ഇന്നലെ ഉറക്കത്തിൽ എഴുന്നേറ്റില്ലത്രേ. രാവിലെ തട്ടി വിളിച്ചപ്പോ അനക്കമില്ലത്രേ. അവിടെ വരുന്നവനെ പുതപ്പിക്കാനുള്ള കഫന്നുണിയാണ്. അവിടെ ഇരിക്കുന്നവരുടെ കയ്യിലുള്ളവന്റെ ശരീരത്തിൽ വെക്കാനുള്ള റീത്തുകളാണ്. എന്റെ പൊന്നുമോനെ, മരിച്ചു കഴിഞ്ഞിട്ട് മുകളിൽ കൊണ്ടുപോയി റീത്ത് വെച്ചിട്ട് കാര്യമെന്താ? തടവാ ഉസ്താദ് പൊതിച്ചതുപോലെ ഇരുമ്പിന്റെ ഉലക്ക വിഴുങ്ങി എന്നാൽ പിന്നെ ചുക്കിന്റെ വെള്ളം അതിനു മതിയോ പൊന്നേ? ഇരുമ്പിന്റെ ഉലക്ക വിഴുങ്ങി എന്നാൽ പിന്നെ ചുക്കിന്റെ വെള്ളം അതിനു മതിയോ പൊന്നേ? എല്ലാ കൊള്ളരുതായ്മയും ചെയ്തിട്ട് അവസാനം മരിച്ചിട്ട് നെഞ്ചിന്റെ മുകളിൽ റീത്ത് വെച്ചാൽ നിനക്കെന്ത് പുണ്യം കിട്ടാനാ? ജീവിതത്തിൽ സൽക്കർമ്മം ചെയ്യണം. എന്റെ കൂട്ടുകാരൻ മരിച്ചു പോയല്ലോ, അവനെ വെള്ളത്തുണിയിൽ പൊതിഞ്ഞല്ലോ, അവന്റെ മുകളിലേക്ക് ആളുകൾ അവന്റെ ഭാര്യ കരയുന്നുണ്ടല്ലോ, അവന്റെ പൊന്നുമക്കള് പൊട്ടിക്കരയുന്നുണ്ടല്ലോ. ഇന്നലെ വരെ അവന്റെ ഭാര്യ മരിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു, അവന്റെ കച്ചവടം തകരണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ എന്റെ കൂട്ടുകാരനെ മയ്യത്തെടുത്തപ്പോ അവന്റെ മക്കള് വാതിൽ പുറകിൽ നിന്നിട്ട് വിളിക്കുന്നുണ്ട് ഉപ്പാ. ആ വിളി കേട്ടാൽ അലിയാത്ത ഹൃദയമേതാ ഉള്ളത്? വസാറബനൂക ഐതാമൻ സിഗാറാ വഅന കൈറസകൽ ബഅലുൽ ജദീദു. അവന്റെ മക്കള് കിടന്ന് ഉപ്പാന്ന് വിളിക്കുന്നുണ്ട്, അവന്റെ ഭാര്യ പൊട്ടിക്കരയുന്നുണ്ട്. അല്ലാഹുവേ എനിക്ക് സഹായിക്കും, ഇവനെ സഹായിക്കാൻ കഴിഞ്ഞില്ലല്ലോ. എല്ലാവരും കൂടി പള്ളിയുടെ മുമ്പിൽ കൊണ്ടുവന്ന് മയ്യത്ത് നിസ്കരിച്ച് ഖബറിലേക്ക് ഇറക്കി വിടുമ്പോ ഒരു പിടി മണ്ണ് വാരി ഇടാതിരിക്കാൻ കഴിയോ? ഇന്നലെ വരെ ഞങ്ങൾ രണ്ട് രീതിയിൽ നിന്നവരാണ്. പക്ഷേ ഖബറടക്കുമ്പോ കൈ കൊണ്ടൊരു പിടി മണ്ണ് വാരി ഇടാതിരിക്കാൻ പറ്റുമോ? മനസ്സിൽ വിദ്വേഷം വെച്ചിട്ട് പിടിമണ്ണ് മാറിയിട്ടിട്ട് കാര്യമെന്താ? അതുകൊണ്ട് ഹദ്ദാദ് നഗറിലെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഞാനിത് പറയുന്നത്, നിങ്ങളുടെ ചില പ്രവൃത്തി കൊണ്ട് എനിക്കും വേദന ഉണ്ടായിട്ടുണ്ടാവാം. പക്ഷേ വല്ലാഹി എനിക്കതൊരു പ്രശ്നമല്ല, അതെന്റെ ഹൃദയത്തെ വേദനിപ്പിച്ചിട്ടുമില്ല. ഞാൻ ഈ ഹദ്ദാദ് നഗറിൽ നിന്നിട്ട് പറയാണ്, എന്തൊക്കെ പ്രശ്നമുണ്ടായാലും അതെന്റെ ഹൃദയത്തെ വേദനിപ്പിച്ചിട്ടേ ഇല്ല. ഞാൻ അങ്ങനെ വേദനിച്ചിട്ട് തളരുന്നവനുമല്ല. ചെറുപ്പകാലം മുതലേ ഒഴുക്കിനെതിരെ നീന്തിപ്പിടിച്ചിട്ട് ഇവിടം വരെ പറന്നെത്തിയതാണ് ഞാൻ. ചെറുപ്പം മുതലേ ഒഴുക്കിനെതിരെ നീന്തിയവനാണ് ഞാൻ. അതുകൊണ്ട് എനിക്ക് മലവെള്ളപ്പാ അള്ളാന്റെ മാർഗത്തിൽ നിങ്ങൾ ഒന്നിച്ചു നിൽക്കണേ. അലൈക്കുമ്മൽ ജമാ, നിങ്ങളെ ജമാഅത്തിനെ മുറുകെ പിടിക്കണേ. അള്ളാഹു മരിക്കുന്നത് വരെ ഈ പള്ളിമുറ്റത്ത് ഒരുമിച്ച് നിൽക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. എന്റെ കൽബി എന്ന് പറയുന്ന വാക്കാണ്, എന്റെ അപ്പുറത്തോട്ടൊന്നുമില്ല. ഇതെന്റെ കൽബി എന്ന് പറയുന്ന വാക്കാണ്. അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. അള്ളാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്കൊരു മാറ്റമുണ്ടാകേണ്ട സഹോദരങ്ങളെ. എന്ന് വരെയാണ് ഇതിലേക്കാണ് തമ്മിലടിച്ചവരായിരുന്നില്ലേ മക്കാ ഖുറൈശികൾ? അവരാരാ? സഹാബത്തുകളാരാ? ആരാ സഹാബത്തുകളാരാ? ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കപ്പറ, അവരാരാ? അവര് ജീവിതത്തിൽ തമ്മിലടിച്ചവരാണ്. അവരെ ജീവിതത്തിൽ തമ്മിലടിച്ചവരാണ്. ഉമറിനെ പോലെ വലിയൊരു തെമ്മാടിയാരാ? ഉമറിനെ പോലെ ലോകം കണ്ട തെമ്മാടിയാരാ? ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. ഉക്കാല ചന്തയിൽ പേർഷ്യക്കാര് വന്ന് മലത്തി കടത്തിയിട്ട് അറബികളെ തോൽപ്പിക്കുമ്പോ പേർഷ്യക്കാരായ മല്ലന്മാരെ തോൽപ്പിച്ചിട്ട് നെഞ്ചിലോട്ട് കാലെടുത്ത് വെച്ചിട്ട്, ആരുണ്ടടാ ഖത്താബിന്റെ മകൻ ഉമറിനെ തോൽപ്പിക്കാനെന്ന് നെഞ്ചും വിരിച്ചു ചോദിച്ച ഉമർ. ഉമറിനെ പേടിയാണ് നാട്ടുകാർക്ക്. ഒരാൾ പോലും ഉമറിന്റെ നേരെ നിൽക്കില്ല. ഒരാൾ ഉമറിനോട് ചോദ്യം ചെയ്യില്ല. ഉമറിനെ കേട്ടാല് നാടിലെ കിടുകിടാ വറപ്പിച്ച തമ്മാടി
ലാ യസ്ലഹു വലദു ഖത്താബ് ഹത്താ യസ്ലഹു ഹിമാറു ഖത്താബ്. ഖത്താബിന്റെ വീട്ടിലെ കഴുതക്ക് മനസ്സ് മാറ്റമുണ്ടായാലും ഖത്താബിന്റെ മകൻ ഉമറിന് മനസ്സിന് മാറ്റമുണ്ടാവില്ല. നന്നായില്ല മനുഷ്യൻ. നമുക്കെന്ന് നന്നായി കൂടാ. അത് അങ്ങനെയല്ല ഉസ്താദേ, അത് ഇങ്ങനെ. എന്തിങ്ങനെ? ഉമറിനെ നന്നാവാങ്കിൽ പിന്നെ നമുക്കെന്തുകൊണ്ട് നന്നായി കൂടാ? അതിന്റെ അകത്ത് പിന്നെ ഒരു കാരണം പറയാൻ പാടില്ല. ഒറ്റ കാരണമേ ഉള്ളൂ, അള്ളാഹുടെ തൃപ്തിക്ക് വേണ്ടി. എന്തിനു വേണ്ടി? ഉമർ നന്നായത് മക്കയുടെ അധികാരത്തിന് വേണ്ടിയല്ല, ഉമർ നാട്ടിലെ വലിയവനാവാനല്ല. ഉമറിന് നന്നാവാൻ കഴിഞ്ഞില്ല. ഏത് രീതിയിലും നന്നായി. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭൗതിക ശരീരം ആയിഷ റളിയല്ലാഹു തആല വീട്ടിൽ കൊണ്ടുപോയി വെക്കുമ്പോ സഹാബത്ത് പറഞ്ഞു, തൂഫിയ റസൂലുള്ളാഹ്. മഹാനായ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു ഹബീബായ നബി തങ്ങളുടെ ശരീരത്തിന്റെ ചാരത്ത് വന്ന് നിന്നിട്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, മുത്തുനബിയേ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇതെന്തോ ഒരു അത്ഭുതമാണ് നബിയേ. അങ്ങ് ജീവിച്ചിരുന്നപ്പോഴും സുഹൃതമാണ്, അങ്ങ് ജീവിച്ചിരുന്നപ്പോഴും സുഗന്ധമാണ്, അങ്ങ് വിട പറയുമ്പോൾ സുഗന്ധം മാറിയിട്ടില്ലല്ലോ നബിയേ. എന്തോ ഒരു സുഗന്ധമാണ് അങ്ങയുടെ ശരീരത്തിൽ നിന്ന് വരുന്നത് നബിയേ എന്ന് പറയുമ്പോഴാണ് കരഞ്ഞ് കലങ്ങിയ കണ്ണുമായി കോപാക്രാന്തനായി ഉമർ വന്നത്. അല്ലാഹുവിന്റെ റസൂലിന്റെ ശരീരത്തിന്റെ ചാരത്ത് വന്നത്. മുഖത്തേക്ക് നോക്കിയിട്ട് ഇങ്ങനെ പൊട്ടിക്കരയുമ്പോ ആരോ വിളിച്ചു പറഞ്ഞു, ഉമറേ തൂഫിയ റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ റസൂൽ നമ്മളെ വിട്ടുപോയി ഉമറേ. ആ സമയത്ത് തന്റെ അറയിൽ കിടന്ന വാൾ ഊരിയെടുത്തിട്ട് ആരെങ്കിലും എന്നെ ഹബീബായ മുത്തു വിട പറഞ്ഞെന്ന് പറഞ്ഞാൽ പറയുന്നവന്റെ കരുത്ത് ഞാൻ വെട്ടിയരിയുമടാ. അതാതുകാരെ, ആരായി പറയുന്നത്? ഈ മനുഷ്യന്റെ തലയെടുക്കാൻ ഊരിപ്പിടിച്ച വടിവാളുമായി പോയ അതേ മനുഷ്യനാണ്. ഞാൻ കൊല്ലാൻ പോയ ആളാരോ അദ്ദേഹം വധിക്കപ്പെട്ടെന്ന് പറഞ്ഞാൽ പറയുന്നവന്റെ കഴുത്ത് ഞാൻ വെട്ടിയെടുക്കുമെന്ന് ഭ്രാന്തനെ പോലെ ഉടവാള് വീശിയെറിയുമ്പോ അബൂബക്കർ റളിയല്ലാഹു തആല വന്നു ഉമറിന്റെ മുത്തടിയിലേക്ക് കൈവച്ചിട്ട്, ഉമറേ ഹബീബായ നബി തങ്ങൾ നമ്മളെ വിട്ടുപോയി ഉമറേ. ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു തആല അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ നെഞ്ചിലേക്ക് ചാന്ന് കടന്ന് കൊച്ചുകുട്ടിയെ പോലെ, അബൂബക്കറേ ഹബീബായ മുത്ത് നമ്മളെ വിട്ടുപോയിട്ടില്ല. മൂസാ നബി അല്ലാഹനെ കാണാൻ പോയിട്ട് 40 ദിവസം കഴിഞ്ഞ് തിരിച്ചു വന്നതുപോലെ നമ്മുടെ റസൂലുള്ള തിരിച്ചു വരും അബൂബക്കറേ. ഹബീബായ നബി തങ്ങൾ നമ്മളെ വിട്ടുപോവില്ല. ഇത് അല്ലാഹനെ കാണാൻ പോയതാ. ഇല്ല ഉമറേ, വമാ മുഹമ്മദുൻ ഇല്ലാ റസൂൽ ഖദ് ഖലത് മിൻ ഖബലിഹി الرسل അഫഇമ്മാ തൗഖുതിലൻ കലബതും വലാ അൽഖാബികും. അല്ലാഹുവിന്റെ പ്രവാചകന്മാരെല്ലാവർക്കും മരണം സാധ്യമാ. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ചുമലിലേക്ക് ചാഞ്ഞു കിടന്ന് പൊട്ടിക്കരഞ്ഞ ഉമർ അവസാനം ഹബീബായ നബി തങ്ങൾ വഫാത്തായി. ഖലീഫയായിരിക്കുമ്പോ അനസ് ബിൻ മാലിക് റളിയല്ലാഹു തആല പാതിരാ സമയത്ത് ഈത്തപ്പഴത്തോട്ടത്തിലൂടെ പോയപ്പോ രാത്രിയിൽ ഈത്തപ്പഴത്തോട്ടത്തിൽ നിന്നൊരു ശബ്ദം കേൾക്കുകയാ. എടാ ഉമറേ, നീ ആരാണടാ നിന്നെ അമീറുൽ മുഅ്മിനീൻ എന്ന് വിളിച്ചത്? നീ ഒരു കാലത്ത് കള്ളു കുടിച്ചവനല്ലേടാ, നീ പെണ്ണിനെ പിടിച്ചവനല്ലേടാ ഉമറേ. അനസ് റളിയല്ലാഹു തആല ഞെട്ടിപ്പോയി. കിസ്റ കൈസറിനെ കിടുകിടാ വിറപ്പിച്ച ഉമറിനെ പാതിരാത്രിയിൽ ചോദ്യം ചെയ്യുന്നതാരാ? നോക്കുമ്പോ മദീന മുഴുവനും ഉറങ്ങിക്കിടക്കുമ്പോ ഈത്തപ്പഴത്തോട്ടത്തിന്റെ ഉള്ളിൽ പോയിട്ട് ഒരു ഈത്തപ്പന മരത്തിലേക്ക് ചാരിക്കിടന്നിട്ട് സ്വന്തം പേരുടെ നെഞ്ചിലേക്ക് ചൂണ്ടിയിട്ട് ചോദിക്കുകയാണ്, എടാ ഉമറേ നീ എത്ര മോശക്കാരനായിരുന്നടാ ഉമറേ. ആർക്കെങ്കിലും ചിന്തിക്കാൻ പറ്റുമോ? അവസാനം മദീനത്തെ പള്ളിയിൽ ഖുത്ബ ഓതുമ്പോ ഉമർ റളിയല്ലാഹു തആല ദുആ ചെയ്തു, അല്ലാഹുവേ അല്ലാഹുമ്മർസുഖ്നി ഷഹാദത്തൻ ഫീ ബലദി റസൂലിക
പടച്ചവനെ ഉമറിന് മരിക്കുന്നതിന് മുമ്പ് ഒരാഗ്രഹമുണ്ട്, ഞാൻ മരിക്കുമ്പോ ഹബീബായ നബി തങ്ങളുടെ മദീനയിൽ എന്നെ രക്തസാക്ഷിയാക്കണയല്ലോ. നടക്കില്ല ഉമറേ, നടക്കില്ല. മദീനയിൽ രക്തസാക്ഷിയാകണമെങ്കിൽ മദീനയിലെ യുദ്ധം നടക്കണ്ടേ, ഹറമിൽ യുദ്ധം നടക്കില്ലല്ലോ, അതുകൊണ്ട് രക്തസാക്ഷിയാവില്ല ഉമറേ. ചെറുപ്പക്കാരാ, ആഗ്രഹിച്ചോ നടത്തി തരുന്നൊരു പടച്ചറബല്ലേ. ഷഹീദായി മദീനയിൽ മരിക്കണമെന്ന് ആഗ്രഹം വന്നതുകൊണ്ടാണ് സുബഹി നിസ്കാരത്തിന് ആദ്യത്തെ റക്അത്ത് നിൽക്കുമ്പോ അബൂലുലുവ എന്ന മടപ്രാന്ന പിച്ചാത്തിപ്പിടി വയറ്റിലോട്ട് കുത്തിക്കയറ്റിയത്, കുടൽമാല വെളിയിലോട്ട് ചിതറിത്തെറിച്ചത്, ബോധരഹിതനായി മുസല്ലയിലേക്ക് വീണത്. ഇടയ്ക്ക് ബോധം വന്നപ്പോ താഴെ കിടക്കുന്ന കുടൽമാലകൾ ഇടത്തെ കൈ കൊണ്ട് തന്റെ വയറ്റിലേക്ക് ചേർത്ത് വെച്ച് വലത്തെ കൈ നിരത്ത് കുത്തി എഴുന്നേൽക്കുകയാ. മോനെ അബ്ദുല്ലാ, എന്തേ ഉപ്പ, സുബഹിയുടെ സമയം കഴിഞ്ഞോ മോനെ? ഇല്ല ഉപ്പ. എന്തേ ഉപ്പ? ഞാൻ സുബഹിയുടെ ആദ്യത്തെ റക്അത്തിൽ നിസ്കരിക്കുമ്പോഴാണ് കുത്തേറ്റ് വീണത്, എന്റെ സുബഹി നിസ്കാരം പൂർത്തിയായിട്ടില്ല. അല്ലാഹുവിന്റെ മുമ്പിലേക്ക് ഞാൻ പോകുമ്പോ സുബഹി കളാക്കിയിട്ട് ഉമർ പോയി നിന്നാൽ ഉമറിന് പേടിയാ അബ്ദുല്ലാ. മരിക്കുന്ന നേരത്ത് കുടൽമാല വെളിയിലോട്ട് വീണതിടത്തെ കൈകൊണ്ട് വയറ്റിലേക്ക് ചേർത്ത് പിടിച്ച് ഉമർ റളിയല്ലാഹു തആല കരയാ. അവസാനം പറഞ്ഞു, മോനെ അബ്ദുള്ള, ആയിഷ ബീവിയോട് പോയിട്ട് ചോദിക്കതെടുത്ത് കബറ് കുടിക്കാനൊരു സ്ഥലം ചോദിക്ക്, അള്ളാന്റെ റസൂലിന്റെ അടുക്കൽ എന്റെ കബറ് കുടിക്കണം. ആയിഷ ബീവി റളിയല്ലാഹു തആല അനുവാദം കൊടുത്തു. അബ്ദുല്ലാഹ് ഇബ്നു ഉമർ എന്ന പൊന്നുമോന്റെ മടിയിൽ തലവെച്ച് കിടക്കുമ്പോ അവസാനം മടിയിൽ തലവെച്ച് കിടക്കുമ്പോ മോനെ അബ്ദുള്ള, ഉപ്പാടെ ശിരസ്സെടുത്ത് മണ്ണിൽ വെക്കും മോനെ. എന്തേ ഉപ്പാ? നിന്റെ ഉപ്പാക്കൊരു യോഗ്യതയുമില്ല. നിന്റെ ഉപ്പ ഒരു കാലത്തെ കള്ളുകുടിയനായിരുന്നു. നിന്റെ ഉപ്പ ഒരു കാലത്തെ ഏറ്റവും വലിയ തമ്മാടിയായിരുന്നു. ഒരു നിസ്സാരക്കാരനായി മണ്ണിൽ കിടന്ന് ഉമർ മരിക്കട്ടെ മോനെ അബ്ദുള്ള. വാപ്പാടെ മയ്യത്ത് കുളിപ്പിക്കുമ്പം വെള്ളത്തിൽ കർപ്പൂരം ചേർക്കരുത്. സാധാരണക്കാരനായി ഉമർ ഈ ലോകത്ത് നിന്ന് വിട പറയട്ടെ മോനെ. അവസാന സക്കറാത്തിന്റെ വേദന എത്തുമ്പോ താഴെ കിടക്കുന്ന ഈ തപ്പന മരത്തിന്റെ ഓലയെടുത്ത് കയ്യിൽ വെച്ചിട്ട് യാ ലൈതനീ കുന്തു മിഥില ഹാദാ, അല്ലാഹുവേ ഞാൻ ഇതേപോലെ ഒരു പുൽക്കൊടിയായി മാറിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു അല്ലാ എന്ന് പരലോകത്തെ ഓർത്ത് പൊട്ടിക്കരഞ്ഞു പോയ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനെ പോലെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് അനിവാര്യമായൊരു മാറ്റം ഉണ്ടാവണം. അത് ഇന്ന് തന്നെ ഉണ്ടാവണം. ഇനി മുതൽ ജീവിതത്തിൽ നന്മയ്ക്ക് വേണ്ടി നിലകൊള്ളണം. ഉമർ റളിയല്ലാഹു അൻഹുവിന് മാറ്റം വന്നതുപോലെ നമ്മുടെ ജീവിതത്തിൽ മാറ്റമുണ്ടാകണം. അൽഹംദുലില്ലാഹ് തുമ്മ അൽഹംദുലില്ലാഹ്. അഞ്ചാമത്തെ പ്രാവശ്യമാണ് ഹദ്ദാദ് നഗറിൽ ഞാൻ ഈ പ്രഭാഷണം നടത്തുന്നത്. വല്ലാഹി പടച്ച റബ്ബിനെ തന്നെയാണ് സത്യം. ഇനി ഒരിക്കൽ കൂടി ഒരു ഡേറ്റ് തന്നിട്ട് ഇവിടെ വരുമോ എന്ന കാര്യം എന്റെ ചിന്തയിലില്ല. വരണമെന്നത്ര വലിയ ആഗ്രഹവും വെച്ചിട്ടില്ല. പക്ഷേ ഇൻഷാ അല്ലാഹ് ഹദ്ദാദ് നഗർ അല്ലാഹു അനുഗ്രഹിച്ച ഒരു നാടാണ്. ധാരാളം വിഭവശേഷി അല്ലാഹു നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. സാമ്പത്തിക ഭദ്രത അല്ലാഹു തന്നിട്ടുണ്ട്. ദീനിന്റെ കാര്യത്തിന് ഇറങ്ങാൻ പറ്റുന്ന ഒരു വലിയ നേതൃനിര ഇവിടെയുണ്ട്. പക്ഷേ ഇത് പല ഭാഗങ്ങളായി ചിഹ്നിച്ചിതറാതെ ഒന്നിച്ചു നിന്നാൽ കാസർഗോഡ് ജില്ലയുടെ ഏതു ഭാഗത്തും നടത്തുന്നതിനേക്കാൾ കഴിയുന്ന മുന്നേറ്റം നടത്താൻ നമ്മുടെ ജമാഅത്തിന് കഴിയും. ആ ജമാഅത്തിന്റെ കീഴിൽ ഒന്നിക്കണേ. ഞാനിത് പറയുന്നത് നിങ്ങൾ ഒന്നിച്ചായതുകൊണ്ട് എനിക്കൊരു ലാഭവുമില്ല. പക്ഷേ എനിക്കൊരു ലാഭമുണ്ട്. ഹദ്ദാദ് നഗറിൽ ഞാൻ വന്നിട്ട് വാത് പറയുന്നത് എനിക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട വലിയൊരു തുകയുടെ പേരിലൊന്നുമല്ല. എനിക്ക് നിങ്ങൾ തന്നാലും തന്നില്ലെങ്കിലും എനിക്കൊരു ലാഭമുണ്ട്. ആ ലാഭം ഈ കാണുന്ന വെള്ള പേപ്പറാ. ഇതിലൊരു സഹോദരി എഴുതിയത് ഉസ്താദ് ആദ്യം ഹദ്ദാദ് നഗറിൽ വരുമ്പോ ഹാഫിളീങ്ങളാക്കുന്ന പ്രതിഫലം പറഞ്ഞപ്പോ ഞങ്ങൾക്ക് ആ മക്കളില്ല, ഒരേ ഒരു പൊന്നുമോളാ. ആ മോളെ ഞങ്ങൾ ഹാഫിളത്താക്കാൻ നേർച്ചയാക്കി തീരുമാനിച്ചു. അൽഹംദുലില്ലാഹ് ഇന്ന് ഞാൻ ഇവിടെ വരുമ്പോ ആ
കുട്ടി 29 ജുസു കാണാതെ പഠിച്ചു. ഒരു ജുസു കൂടി കാണാതെ പഠിച്ചാൽ ഇവിടെ ഹാഫിളത്താണ്. ധാരാളം പ്രയാസങ്ങളും രോഗങ്ങളും ഒക്കെ വന്നെങ്കിലും അതെല്ലാം മാറ്റിവെച്ച് ഉസ്താദി ഹദ്ദാദ് നഗർ ആദ്യം വന്ന് വഅദ് പറഞ്ഞപ്പോ പുണ്യമദീന പറഞ്ഞത് ഞാൻ ഇവിടെയാണ്. പുണ്യമദീന പോലെ എന്റെ പ്രചുര പ്രചാരം നേടിയൊരു കാസറ്റ് വേറെയില്ല. ലോകാവസാനവും പ്രിയപ്പെട്ട ഉമ്മയും കഴിഞ്ഞ് ആ പുണ്യമദീന ഞാൻ പ്രസംഗിച്ചത് ഹദ്ദാദ് നഗറിൽ നിന്നിട്ടാണ്. ആ പുണ്യമദീന കേട്ടിട്ട് ഒരു സഹോദരൻ മരണപ്പെട്ടു പോയി റിയാദില്. അദ്ദേഹം മരണപ്പെട്ടു പോയപ്പോ ഒരു വസിയത്ത് എഴുതി തന്റെ സഹോദരനെ ഏൽപ്പിച്ചു. കബീർ ഉസ്താദിന്റെ പുണ്യമദീന കേട്ടപ്പോ ഞാൻ തീരുമാനിച്ചതാ, എന്റെ സമ്പത്തിൽ നിന്ന് എല്ലാ മാസവും ഒരു 10,000 രൂപ ഒരു പാവപ്പെട്ട കുടുംബത്തിന് അയച്ചു കൊടുക്കണം. ഇപ്പോഴും അത് നിർത്താതെ അയച്ചു കൊടുക്കപ്പെടുന്നുണ്ട്. അത് ഈ ഹദ്ദാദ് നഗറിൽ നടത്തിയ പ്രസംഗമാണ്. ഈ സഹോദരി ഉസ്താദേ 29 ജുസു ആയി, ഇനി ഒരു ജുസു കൂടി കഴിഞ്ഞാൽ എന്റെ പൊന്നുമോള് ഹാഫിളത്താ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇതൊന്നും എന്റെ ഹൃദയത്തെ വേദനിപ്പിക്കാറില്ല. എന്റെ ചിത്ത എന്റെ പടച്ചുറപ്പിലേക്ക് തന്ന നാവ് കൊണ്ടും എന്റെ ഭാഷ കൊണ്ടും എന്റെ ആരോഗ്യം കൊണ്ടും എന്റെ അനുഗ്രഹം കൊണ്ടും ആഹുവിന്റെ ഖുർആനിന്റെ ആയിരക്കണക്കിന് ഹാഫിളീങ്ങൾ ഈ നാവ് കൊണ്ട് വന്നിട്ടുണ്ട്. കഴിഞ്ഞ 23-ാം തീയതി മംഗലാപുരത്ത് ബഹുമാനപ്പെട്ട സലീം സാഹിബിന്റെ കൂടെയുണ്ട്, അമീർ മസ്താനന്റെ കൂടെയുണ്ട്. അവർ ആ സദസ് കണ്ടടാ. 25,000-ലധികം ചെയറുകൾ മാത്രം നിരത്തി വെച്ച മംഗലാപുരത്തെ സദസ്. അന്ന് ഹവ്വാ നസീമ എന്ന പൊന്നുമോള് ഹാഫിളത്താവുകയാ. ആരാ ഹവ്വാ നസീമ എന്നറിയോ? കർണാടക ഭക്ഷ്യവകുപ്പ് മന്ത്രി ജനാബ് UT ഖാദർ സാഹിബിന്റെ ഏകമകളാ. 11-ാമത്തെ വയസ്സിൽ ഹവ്വ ഞാൻ ആ സ്ഥാപനത്തിൽ പോയപ്പോ എനിക്ക് ഖുർആൻ ഓതി കേൾപ്പിച്ചു തന്നു. എത്ര മനോഹരമായിട്ടാണ് പൊന്നു